എല്ലാവർക്കും ശ്രീമാത്രേ നമഃ. അപ്പൊ നമ്മള് മധുര മീനാക്ഷി വൈഭവമാണ് കണ്ടുകൊണ്ടിരുന്നത്. മധുര മീനാക്ഷിയായിട്ട് അവതാരം ചെയ്തു. ദേവി മലയധ്വജ പാണ്ഡ്യന്റെ അവസാനം കണ്ടു. നമ്മള് സുന്ദരേശ്വരന്റെ ശിവലിംഗത്തിൽ പോയി ലയിക്കുകയാണ്. സുന്ദരേശ്വരനുമായിട്ട് എന്താ പറയാ, ആ ശിവലിംഗത്തില് അദ്ദേഹം മലയധ്വജ പാണ്ഡ്യന്റെ ലയനം. അത് കഴിഞ്ഞ ഉടനെ ദേവിയുടെ അഭിഷേകമാണ്. ദേവിയെ അവിടുത്തെ മഹാരാജ്ഞിയായിട്ട് അഭിഷേകം ചെയ്തു. അഭിഷേകത്തിന് ശേഷം എന്താ പറയാ, കാഞ്ചനമാലയും രാജ്യം നന്നായിട്ട് ദേവി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ദേവി ദിഗ്വിജയത്തിന്, ദേവിയുടെ ആ 3 വയസ്സ് നമ്മൾ ദേവിയെ എഴുത്തിനിരുത്തുന്ന കണ്ടു. ആ ഒരു അക്ഷര ലോകത്തേക്ക് ദേവിയെ കടത്തിവിട്ട് അഗസ്ത്യന് ദേവി മഹാഷോഡശി മന്ത്രം മാത്രമല്ല, ആ മഹാഷോഡശി ദർശനം കൊടുക്കുകയും ആ ഒരു ഈംകാരം എന്ന മന്ത്രത്തിലൂടെ കാമകലാ മന്ത്രം കൊടുക്കുകയും ചെയ്തു. പിന്നെ ദേവി കാണിച്ച ചെറിയ ചെറിയ കാര്യങ്ങള്, ദേവിയുടെ അന്നപൂർണ സ്വരൂപം എല്ലാം കണ്ട് നമ്മള് ദേവി വളർന്നു. 10-15 വയസ്സുള്ള കുട്ടിയായിട്ട് മാറി. ചതുഷ്ഷഷ്ടി കലകള്, 64 കലകളിൽ പ്രാവീണ്യം നേടി. ആ കലകളെല്ലാം തന്നെ എന്താണ്, ഒരു രാജ്യത്തെ ഭരിക്കാൻ മഹാരാജ്ഞിയായിട്ടിരിക്കാനുള്ള ദേവിക്ക് എന്താ പറയാ, ഒരു പുരുഷന്റെ പോലെ എല്ലാം, മൽപിടുത്തം, വാൾപ്പയറ്റ്, എല്ലാത്തിലും ദേവി പൂർണ്ണമായിട്ട് അത് എന്താ പറയാ, വളരെ കുറച്ച് ദിവസം കൊണ്ട്, ചുരുങ്ങിയ സമയം കൊണ്ട് ദേവി അതിലെല്ലാം എന്താ പറയാ അതീവ മിടുക്കിയ എല്ലാം പഠിച്ച ദേവി മഹാരാജ്ഞിയായിട്ട് മീനാക്ഷി എന്ന നാമധേയത്തില്, അവിടുത്തെ ക്ഷേത്രത്തിന്റെ ആ ഉപാസ്യ ദേവത മീനാക്ഷിയാണ്. അപ്പൊ മീനാക്ഷി സ്വരൂപത്തില് ദേവിക്ക് അവിടെ എപ്പോഴും ആ പാണ്ഡ്യ രാജവംശത്തില് ആ രാജ്യാഭിഷേകം ചെയ്യുമ്പോ എന്താണ് ചെയ്യുന്നത്, ശരിക്കും അവിടുത്തെ ദേവി കുലദേവതയുടെ പേരാണ് കൊടുക്കുന്നത്. അപ്പൊ അതുപോലെ ദേവിക്കും എന്താ പറയാ മീനാക്ഷി എന്നുള്ള പേരോടുകൂടി ദേവി അഭിഷിക്തയായി. ദേവിക്ക് വിവാഹം നടന്നില്ല എന്ന് അമ്മയ്ക്ക് വിഷമം. അപ്പൊ ദേവി പറയുന്നു, അമ്മ വിഷമിക്കരുത്, എനിക്ക് ചെറിയ ഒരു ആഗ്രഹമുണ്ട്. കാരണം എന്റെ പാണ്ഡ്യരാജ്യം മാത്രമല്ല, ഇതിനടുത്തുള്ള രാജ്യങ്ങളിലെല്ലാം തന്നെ വലിയ ബുദ്ധിമുട്ടുകള്, ചിലർക്ക് അധർമ്മമുണ്ട്, ചില പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് എല്ലായിടത്തും ഞാനൊരു ദിഗ്വിജയം നടത്തി പാണ്ഡ്യരാജ്യവുമായിട്ട് ബന്ധപ്പെടുത്തി കപ്പം കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്തിട്ട് എനിക്ക് അടുത്ത മോളിലുള്ള ഊർധ്വ ലോകങ്ങളിൽ പോകണം. ഇന്ദ്രലോകം, വിഷ്ണുലോകം, അവിടെയെല്ലാം എനിക്ക് പോയി എല്ലായിടത്തും എന്റെ ഒരു അധീനത, എന്റെ അധീനത എന്ന് പറഞ്ഞാൽ പരാശക്തിയാൽ നിർമ്മിതമായിട്ടുള്ള പ്രപഞ്ചത്തില് എല്ലായിടത്തും പരാശക്തിയുടെ അധീനത്തിൽ ഇരുന്നെങ്കിലും ചിലർക്ക് മനസ്സുകൊണ്ട് ദേവി ഇന്ന് മാറി നിൽക്കും ഇല്ലേ. അപ്പൊ അങ്ങനെയുള്ളത് ഇന്ന് മാറ്റി എന്താ, ദേവിയിൽ വരുമ്പോൾ മാത്രമേ ഐശ്വര്യമുള്ളൂ. അവർക്കെല്ലാം എനിക്ക് ഐശ്വര്യത്തെ കൊടുക്കണം. ഞാൻ ദിഗ്വിജയം കഴിഞ്ഞു വരുമ്പോ അമ്മയുടെ ഈ പ്രശ്നങ്ങളെല്ലാം തീരുന്ന വാക്കു കൊടുക്കുകയാണ് ദേവി. അപ്പോ നമ്മൾ ഇന്ന് ദിഗ്വിജയമാണ് കാണാൻ പോകുന്നത് അല്ലെ. അപ്പൊ ബാലാദിത്യ സഹസ്രകോടി സദൃശം ഭണ്ഡാസുരധ്വംസിനി മൂലാംബോരുഹ മധ്യകോണ വിലസത് മുക്തിപ്രദാ വൃതാം ഹാലാസ്യേശ്വര വാമഭാഗനിലയാം ആനന്ദവല്ലീം ശിവാം ചിദ്രൂപാം മലയധ്വജാദിവസുതാം ശ്രീമാതരം ഭാവയേത്. ദേവി മീനാക്ഷിയെ കുറിച്ചുള്ള പ്രത്യേക തരത്തില് ആ ഒരു ത്രിപുര സുന്ദരി രൂപത്തിലുള്ള ആ ഒരു സ്തുതിയാണിത്. എന്താണ്, ആ ഒരു ഉദിച്ചു വരുന്ന 1000 കോടി സൂര്യന്റെ പ്രകാശത്തോടു കൂടിയവളും ഭണ്ഡാസുരവധം ചെയ്തവളും ശ്രീയന്ത്രത്തിന്റെ ആ ശ്രീചക്രത്തിന്റെ ത്രികോണ മധ്യത്തില് വിളങ്ങുന്നവളും മുക്തിയെ കൊടുക്കുന്നവളും ഹാലാസ്യേശ്വരന്റെ വാമഭാഗവും ക്ഷേത്രത്തിൽ സുന്ദരേശ്വരന്റെ വലതുഭാഗമായിട്ടിരിക്കുന്നവളും, അല്ലാതെ എന്താ ഇടതുഭാഗത്തിൽ ഇരിക്കുന്നതല്ല. ശരിക്കും ആനന്ദവല്ലി എന്ന് പറഞ്ഞാല് ആ ഒരു ആനന്ദം വർഷിച്ചുകൊണ്ടിരിക്കുന്ന സ്വരൂപം ഇരിക്കുന്ന ചിദ്രൂപിണിയും മലയധ്വജ പാണ്ഡ്യന്റെ പുത്രിയുമായി ആയ ശ്രീ മാതാവുമായ മീനാക്ഷി, കാമാക്ഷി, ലളിതാംബിക, ഏത് പേരിൽ അറിഞ്ഞാലും അമ്മ, അമ്മയ്ക്ക് നമസ്കാരം എന്ന് പറഞ്ഞിട്ട് തുടങ്ങുകയാണ് ദേവിയുടെ ദിഗ്വിജയം. അങ്ങനെ മീനാക്ഷിയാകുന്ന ത്രിപുര സുന്ദരി ദേവിയുടെ നമുക്ക് കണ്ടു. ദേവി ശ്രീപുരമാണ്. ദേവി മഹാരാജ്ഞിയായിട്ട് വന്നപ്പോ ആ ഒരു ഭരണം തുടങ്ങിയപ്പോ ശ്രീ മഹാരാജ്ഞി എന്നുള്ള ആ ഒരു പൊസിഷനിൽ വന്നതും ശ്രീപുരത്തിരിക്കുന്ന എല്ലാ ദേവതകളും ആ ദേവിയെ സേവിക്കാനായിട്ട് അവിടെ ഹാലാസ്യത്തില് മധുരയിൽ എത്തിച്ചേർന്നു എന്നും, വാരാഹി, മഹാശ്യാമള, എന്താ പറയാ ലക്ഷ്മി, സരസ്വതി, നകുലേശ്വരി, ബാലാപരമേശ്വരി, എല്ലാവരും ആ ഒരു സമ്പത്കരി, അശ്വാരൂഢ, എല്ലാവരും വരുമ്പോ അത് ആ ഒരു മധുര ക്ഷേത്രം യഥാർത്ഥത്തിൽ ഒരു ശ്രീപുരമായിട്ട് തീർന്നു എന്ന് പറയണു. അങ്ങനെ മീനാക്ഷി ദിഗ്വിജയത്തിന് പുറപ്പെടുമ്പോൾ മധുരയിലെ എന്താ ദിഗ്വിജയം എന്ന് പറഞ്ഞാല് പ്രത്യേക ഒരു യുദ്ധക്കോലത്തില് യുദ്ധത്തിന് പോകുന്ന ഒരു വേഷത്തില് വളരെ വളരെ ആ യുദ്ധക്കോല വിവരണം തന്നെ ഉണ്ട് 2 പേജ് മീനാക്ഷി വൈഭവത്തില്. അമ്മ യുദ്ധത്തിന് പുറപ്പെടാൻ, അതായത് യുദ്ധം എവിടെയാണ് യുദ്ധം, ആന്തരിക സംഘർഷങ്ങൾ തന്നെയാ യുദ്ധം. അല്ലാതെ പ്രപഞ്ച മാതാവായിരിക്കുന്ന അമ്മയ്ക്ക് ഈ 14 ലോകങ്ങളും ഭുവനത്രയങ്ങളും അമ്മയുടെയാണ്. ആ അമ്മയ്ക്ക് ഒന്നും കീഴടക്കേണ്ടതായിട്ടില്ല, എല്ലാം അമ്മയുടെ തന്നെയാണ്. പക്ഷെ എന്താണ് ദിഗ്വിജയം എന്ന് ചോദിച്ചാല് ഈ പറഞ്ഞ മനുഷ്യര്
മനുഷ്യ ജന്മം എടുക്കുമ്പോൾ അവന് തന്റെ പ്രഭാവം, ദേവിയാണ് തന്റെ ഉള്ളിൽ എന്നുള്ളത് ഒരു ജീവന് എത്രയോ ജന്മങ്ങൾ കൊണ്ടേ തന്റെ ആ ഒരു മൂലപ്രകൃതിയുടെ ജ്ഞാനം ഉണ്ടാവുള്ളൂ. അപ്പൊ ദേവിയെ കാണുമ്പോൾ, ദേവിയുടെ പാദസ്പർശം കിട്ടുമ്പോൾ ഈ പറഞ്ഞ ഭുവനത്രയങ്ങളിലും 14 ലോകങ്ങളിലും ദിക്കുകളിലുമൊക്കെ അവന്റെ അജ്ഞാനം മാറി. ദേവി പ്രവേശിക്കുമ്പോൾ തന്നെ അജ്ഞാനം മാറി അവന്റെ സ്വരൂപ ധ്യാനം ഉണ്ടാകും. അതിനു വേണ്ടിയിട്ടാണ് ദേവി ദിഗ്വിജയം, ദിക്കുകളെ ജയിക്കുക. ശരീരബോധം പോവുക എന്നുള്ള ഒരു അർത്ഥമുണ്ട് അതിനകത്ത്. അത് വേറൊരു തലമാണ്, പഞ്ചമകാരങ്ങളിൽ വരുന്നതാണ്. ശരീരത്തിന് ദിക്കുകളുണ്ട്. ശരീരം ഇരിക്കുമ്പോഴാണ് നമുക്ക് കിഴക്കും തെക്കും പടിഞ്ഞാറും, സൂര്യൻ കിഴക്കുദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നത്, ദിക്കുകൾ നമ്മൾ പറയുന്നത്. അതേസമയം ശരീരത്തിൽ ബോധമില്ലാത്ത ഒരാൾക്ക് എന്താ പറയുക, നാറാണത്ത് ഭ്രാന്തൻ ഒരു എന്താ പറയുക, ഒരു ശ്മശാനത്ത് ചെന്ന് കിടക്കുകയാണ്. അവിടെ കാളി എന്നും വന്ന് നർത്തനം ചെയ്യാറുണ്ട്. രാത്രി ശ്മശാന കാളിയാണ്. അദ്ദേഹം വന്നിങ്ങനെ കാല് നീക്കി വെച്ച് ഒരു എന്താ പറയാ, ഒരു ചൂടുള്ള സ്ഥലത്ത്, കനല് കിടന്ന സ്ഥലത്തേക്ക് കാല് മുഴുവൻ മന്ദ, അപ്പൊ ആ കാല് നീക്കി വെക്കണം. അപ്പൊ ദേവിക്ക് എന്താ പറയാ, ശ്മശാനത്തിൽ തന്നെ പല ഭാഗങ്ങളുണ്ട്. അവിടെ ഒരു ശിവലിംഗ പ്രതിഷ്ഠ ഉണ്ടായിരുന്നു. അവിടെ ശിവലിംഗത്തിൽ പൂജ ചെയ്തിട്ടാണ് ഇവിടെ ശ്മശാനത്തിൽ ദഹിപ്പിക്കുന്നത്. ആ ശിവലിംഗത്തിന്റെ പുറത്ത് കാല് വെച്ചോണ്ട് ഇദ്ദേഹം കിടക്കുന്നത്. ശിവലിംഗമാണെന്നൊന്നും അറിയില്ല, വെറുതെ ഒരു കല്ലാണ്. ഇദ്ദേഹത്തിന് അറിയാത്തായിട്ടൊന്നുമില്ല. പക്ഷെ ദിക്കിന്റെ ബോധമില്ല, എവിടെയാണ് കിടക്കണമെന്നില്ല. അപ്പൊ കാളി രാത്രി വരികയാണ്. കാളിയുടെ കൂടെ ഉള്ളവരെല്ലാവരും കൂടെ ഭയങ്കര ഒച്ച വെച്ച് ബഹളമായിട്ട്, ശ്മശാനത്തില് അവരുടെ എന്താ പറയാ താണ്ഡവ നൃത്ത സ്ഥലമാണ് ശ്മശാനം. അതിനൊക്കെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ അത് പറയണില്ല, പറയാൻ നിന്ന ഒരുപാട് സമയം പോകും. അപ്പൊ ആ കാളി വരുമ്പോ ഈ പറഞ്ഞ നാറാണത്ത് ഭ്രാന്തൻ അവിടെ കിടക്കണം. അപ്പോ ആരാണ് ശ്മശാനത്തിൽ ഇത്രയും ഭയമില്ലാതെ വന്ന് കിടക്കുന്നത് നോക്കുമ്പോ ഇദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല. കാലെടുത്ത് ശിവലിംഗത്തിന്റെ പുറത്ത് വെച്ച് ഇത്രയും പേര് കാളി, അതും ചുടലഭദ്രകാളി, തലയോട്ട് മാലയും ദിക്കുകൾ ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് അതിഭീകരമായിട്ടുള്ള രൂപം, കാളി കൂളികൾ എന്ന് പറയില്ല, ദേവിയുടെ എന്താ പറയാ കൂടെയുള്ള ഭൂതഗണങ്ങളും എല്ലാരും കൂടെ വന്ന് നോക്കിയപ്പോ ഒരു ഭ്രാന്തനെ പോലെ ഒരു മനുഷ്യൻ കിടക്കുകയാണ്. അപ്പൊ ഇത് ആരാണ്? ഞാൻ നാറാണത്ത് ഭ്രാന്തനാണെന്ന് ചോദിച്ചു. അപ്പൊ നിനക്ക് ശ്മശാനത്തിൽ കിടക്കുമ്പോൾ ഞങ്ങളെ കണ്ടിട്ട് ഭയമില്ല, എന്തിനു ഭയക്കണം? എനിക്ക് എന്തിനു ഭയക്കണം എന്ന് ചോദിച്ചു. നിന്നെ ഞങ്ങളെ കണ്ടിട്ട് ഭയം തോന്നുന്നില്ല? എനിക്ക് എന്നേ ഭയമില്ല. നീ എന്തിന്റെ പുറത്താ കാല് വെച്ചിരിക്കുന്നതെന്ന് അറിയോ? ശിവലിംഗത്തിന്റെ പുറത്താണ് കാല് വെച്ചിരിക്കുന്നത്. ശിവലിംഗം എന്താണ്? എനിക്കറിയില്ല. എനിക്ക് ശിവനെ മാത്രമേ അറിയാവുള്ളൂ. എനിക്ക് ശിവലിംഗം, ഭൂമിയിൽ ഇങ്ങനെ മനുഷ്യൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ശിവലിംഗമോ ശ്മശാനമോ എനിക്കെല്ലാം ഒരുപോലെയാണ്. എനിക്ക് ദിക്കുകളില്ല, എല്ലാം എനിക്ക് ഒരുപോലെയാണ്. കാരണം എന്റെ ഉള്ളിൽ ആ ശിവബോധവുമായിട്ട് തന്റെ ജീവൻ ഐക്യം പ്രാപിച്ചു. അപ്പൊ പറഞ്ഞു, നീ കാലെടുത്ത് മാറ്റി വെക്കാന്ന് ചോദിച്ചു. അപ്പൊ ചോദിക്കുകയാണ്, കാളിയോട് ഇദ്ദേഹം ചോദിക്കുകയാണ്, എവിടെയോട്ടാ മാറ്റേണ്ടത്? നീ പറയുന്നു ഇവിടെ ശിവലിംഗമാണ്, അങ്ങോട്ട് മാറ്റി വെച്ചാൽ ശിവലിംഗം ഇല്ലേ? എവിടെ ഏത് ദിക്കിൽ വെച്ചാലും ശിവനില്ലേ? ശിവനില്ലാത്ത ദിക്ക് നീ കാണിച്ചതാ. അപ്പൊ കാളിക്ക് ഒന്നും പറയാൻ പറ്റിയില്ല. കാലത്തെ, ടൈം ആൻഡ് സ്പേസിനെ അതിക്രമിച്ച ഒരു ചിന്തയാണത്. കാരണം ശരീരം ബോധം ഇരിക്കുമ്പോൾ മാത്രമേ ദിക്കുകളുള്ളൂ. ശരീരബോധം ഇരിക്കുമ്പോഴേ പ്രപഞ്ചബോധമുള്ളൂ. ശരീരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ഈ ബോധത്തെ അതിക്രമിക്കാൻ പറ്റും. അത് അങ്ങനെയുള്ളവരെ നമ്മൾ ഭ്രാന്തൻ എന്ന് വിളിക്കും. അതാണ് യാദേവി സർവഭൂതേഷു ഭ്രാന്തി രൂപേണ സംസ്ഥിത. സാധാരണ ജനങ്ങൾക്ക് അത് കേൾക്കുമ്പോൾ നമുക്കൊക്കെ, ഉപാസകർക്ക്, അമ്മ എന്തിനാ ഭ്രാന്തി എന്ന് വിളിക്കുന്നത്? എന്താ ഭ്രാന്തി പ്രത്യയം എന്ന് പറയുന്നത്? ഭ്രാന്തി പ്രത്യയം നമ്മുടെ ജീവിതത്തില്, വേദത്തിൽ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രത്യയമാണ് ഭ്രാന്തി. ദാറ്റ് ഇസ് ഡ്യുവാലിറ്റി, രണ്ടെന്നുള്ള തോന്നൽ. എല്ലാത്തിനും കാരണം ഒന്നായ നിന്നേഹ രണ്ടെന്ന് കണ്ടവയിൽ ഉണ്ടായൊരു ഇണ്ടൽ പദം. നമുക്ക് ദുഃഖം വരാൻ ഇണ്ടൽ, ദുഃഖം എന്താ കാരണം? നമ്മൾ ഒന്നിനെ അറിയുന്നില്ല, രണ്ടിനെ അറിയുന്നു. സൃഷ്ട പ്രപഞ്ചത്തെ, ഈ പറഞ്ഞ കണ്ണാടിയെ അറിയുന്നില്ല, കണ്ണാടി കാണുന്ന ദർശനങ്ങളെ അറിയുന്നു. ജഗത്ത് എന്താണ്? ആ ഒരു കണ്ണാടിയിൽ കാണുന്ന, നമ്മൾ എങ്ങനെയാണോ ഒരു കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് അതിൽ നോക്കുമ്പോൾ നമ്മുടെ ഈ പറഞ്ഞ പ്രതിബിംബം കണ്ണാടിയിൽ കാണുന്നത്, ആ കണ്ണാടിയിൽ പൊട്ടുകുത്തിയാൽ നമ്മുടെ നെറ്റി പൊട്ടു വരുമോ? ഇല്ല. കണ്ണാടിയിൽ എന്തെങ്കിലും ചെയ്താൽ വരുമോ? എവിടെ പൊട്ടുകുത്തണം? എന്റെ നെറ്റി കുത്തുമ്പോ എന്താ? അവിടെ കണ്ണാടിയിൽ പ്രതിബിംബിച്ച് കാണും. ഈ കാണുന്ന ജഗത്ത് ആ പരശിവന്റെ എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്ന ആ ഭഗവാന്റെ വിമർശ സ്വരൂപമാണ്. ഈ ശിവൻ താൻ ഉണ്ടെന്ന് അറിയുന്നത് ഈ വിമർശ ശക്തിയായിരിക്കുന്ന കണ്ണാടിയിൽ നോക്കുമ്പോഴാണ്. ആ ശിവന് ഒന്നുമില്ലാത്ത ഒരു നിർഗുണനും നിരാകാരനും അവർ എന്താ പറയാ യാതൊരു ഗുണങ്ങളും ഇല്ലാത്ത എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്ന ആ ഒരു പ്യുവർ കോൺഷ്യസ്, അതിനെ ബ്ലാക്ക് ഹോൾ എന്ന് പറയാം, പ്യുവർ എനർജി എന്ന് പറയാം. അതിന് ഞാനെന്നുള്ള കയ്യും കാലും വെച്ചൊരു രൂപം, ഇല്ലെങ്കിൽ പ്രപഞ്ചം എന്ന് പറയുന്ന ഒരാളുണ്ട്, എന്നിൽ ഈ ശക്തി ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ആ ശിവനിൽ നിന്ന് പുറപ്പെടുന്ന ശക്തി എന്ത് ചെയ്യുന്നു? പ്രതിബിംബിച്ച് കാണുന്നു ഈ പ്രപഞ്ചമായിട്ട്. ആ ദേവി എന്ന് പറയുന്നത് പ്രതിബിംബമാണ്. ഈ പ്രതിബിംബങ്ങൾ മറഞ്ഞു പോകും, ശക്തി ശിവനിൽ ലയിക്കും. അപ്പൊ ഈ കാണുന്ന ജഗത്തെല്ലാം
തന്നെ ഈ ശിവസ്വരൂപമാണ്, മംഗളകരമാണ്, ഒന്നും വേറെയല്ല. അപ്പൊ ഈ ഒന്നിനെയാണ് നമ്മൾ എന്ത് കാണുന്നത്? കണ്ണാടി പൊട്ടിപ്പോയാൽ എങ്ങനെയാണോ നമ്മുടെ പ്രതിബിംബം ഇല്ലാതായി പോകുന്നത്, അവിടെ വേറെ കണ്ണാടി വെക്കണം നമ്മൾക്ക് കാണണമെങ്കിൽ, ഇല്ലേ? അതുപോലെ ശരീരം ഇല്ലാതായാൽ ഈ പ്രതിബിംബിച്ച് കാണുന്ന ശരീരബോധം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഈ എന്തിനെയാണോ പ്രതിബിംബമായിട്ട് പഞ്ചഭൂതാത്മകമായിട്ടുള്ള ഈ ജഗത്തായിട്ട് നമ്മൾ കാണുന്നത്, ഈ ശരീരമായിട്ട് കാണുന്നത്, ഈ ശരീരം ഇല്ലെങ്കിലും എന്താണ്? ശിവമുണ്ട്. ഈ ശരീരത്തിന് ഉണ്മ കൊടുത്തിട്ടുള്ള ആ ഒരു ശക്തി ഇതിനകത്തുണ്ട്. അതിനെയാണ് മംഗളം, ശംഭു, ശിവൻ എന്ന് പറയുന്നത്. അപ്പൊ ശിവനേ ഉള്ളൂ, ശക്തി പ്രതിബിംബ ചൈതന്യമാണ്. പ്രതിബിംബ ചൈതന്യത്തിന് എന്താ? നിലനിൽപ്പില്ല. കാരണം അതിങ്ങനെ ഒരു മായ ഉണ്ടാക്കി കളിച്ചിട്ട് അത് ആവശ്യം വരുമ്പോ പ്രളയകാലം കഴിയുമ്പോ ശിവന്റെ ഉള്ളിൽ ഒളിക്കും ശക്തി. അപ്പൊ എന്നാ ശക്തി ഇല്ലേ? ഉണ്ട്. ഈ കാണപ്പെടുന്നതെല്ലാം ശക്തിയുടെ കളികളാണ്, അല്ലെ? വിശ്വം ഭ്രമയതി, ഭ്രമിപ്പിക്കുക ദേവി മായ കൊണ്ട്. അപ്പൊ ദേവിയിലൂടെ മാത്രമേ ശിവനിൽ പോകാൻ പറ്റൂ. ശിവൻ എന്ന് പറയുന്ന പെർമനന്റ് ആയിട്ട് ദ ഇൻട്രിൻസിക് ഇൻഹറൻ എന്താ പറയാ കോൺഷ്യസ്നെസ്, നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ സത്തിനെ, ആ സത് ചൈതന്യത്തെ നമ്മള് ശിവൻ എന്ന് പറയുന്നു. പ്രകടീകൃതമായിട്ടിരിക്കുന്ന ആ ഒരു പഞ്ചഭൂതങ്ങളാകുന്ന തന്റെ തത്വങ്ങളിലൂടെ പ്രപഞ്ചത്തെ മായയായിട്ടുണ്ടാക്കി നമ്മളെ ഭ്രമിപ്പിക്കുന്ന ഒരു തോന്നല് നമുക്ക് ഉണ്ടെന്നൊരു തോന്നൽ, അതാണ് ഭ്രാന്തി രൂപേണ, അതാണ് ഭ്രാന്ത് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ബോധം വന്നു കഴിഞ്ഞാല് ഈ പ്രപഞ്ചബോധം നമുക്കില്ല. പ്രപഞ്ചം എന്ന് പറയുന്നത് ഒരു സ്വപ്നമാണെന്ന്, നമ്മളൊരു ഡീപ്പ് സ്ലീപ്പിലാണിപ്പോ, ഒരു എന്താ പറയുക സുഷുപ്തി അവസ്ഥയില. നമ്മുടെ ആ ഒരു ഭഗവാനുമായിട്ട് അമ്മയുമായിട്ടിരുന്ന സ്ഥലത്തുനിന്ന് ഒരു സ്വപ്നത്തിൽ 70 വർഷം 80 വർഷം 50 വർഷത്തെ ഒരു സ്വപ്നത്തിലൂടെ കടന്നു പോവുക. ശരീരമാകുന്ന ആ ഒരു പഞ്ചഭൂത നിർമ്മിതമായ കൂട്ടിനകത്തിരിക്കുന്ന ഞാനെന്ന് പറയുന്ന വ്യക്തിത്വം. അപ്പൊ ഇതൊരു ഡീപ്പ് സ്ലീപ്പാണ്. ഇതിൽ നിന്ന് നമ്മൾ ഉണരണം. എന്താ സാധാരണഗതിയിൽ മനുഷ്യൻ എപ്പോഴാണ് ഉണരുന്നത്? മരിക്കുമ്പോ. ശരീരം വിട്ടു പോകുമ്പോ ആ ജീവൻ നോക്കണു, എന്റെ ശരീരം ഇതാ കുളിപ്പിച്ച് കടത്തിയിരിക്കണം. അപ്പം ജീവൻ എന്ത് ചെയ്യും? ഭയങ്കരമായിട്ട് എന്താ പറയാ കരഞ്ഞ് വിളിച്ച് ദുഃഖിച്ച് ഇതിനകത്തോട്ട് കയറാൻ പറ്റുമോ? അയ്യോ ഇത് ഞാനല്ലേ 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 എന്ന് നമ്മൾ അതിനെ ആ ഒരു ജീവൻ കിടന്ന് വട്ടം ചുറ്റും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കത്തിച്ച് കളയും ബന്ധുക്കൾ. കാരണം ഈ സാധനം ഇനിയും കയറി കഴിഞ്ഞാൽ ഇനിയും പ്രശ്നമാണ്, ഇത് എങ്ങനെയെങ്കിലും ഒന്ന് പോയി കിട്ടണം എന്നല്ലേ വിചാരിച്ചിരിക്കുന്നത്. അപ്പോ ഈ ജീവന് നേരത്തെ തന്നെ ഈ ബോധം കൊടുത്താലോ? ശരീരം എന്ന് പറയുന്നത് തോന്നലാണ്, ഡ്യുവാലിറ്റിയാണ്, ഭ്രാന്തി പ്രത്യയമാണ്. നമുക്ക് എങ്ങനെയാണോ പാമ്പിനെ ഇരുട്ടത്തില് ഒരു കയറിനെ പാമ്പായിട്ട് കണ്ടത്, ആ ഒരു മൺപാത്രങ്ങളെല്ലാം തന്നെ നമ്മളൊരു സ്ഥലത്തോട്ട് പോകുമ്പോൾ മഴ പെയ്തു, ചെളി പിടിച്ച് കിടക്കുന്നു, ആ ചെളി കുഴഞ്ഞു കിടക്കുന്ന മണ്ണ്, അവിടെ ഒരാൾ എന്താ മൺപാത്രങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. അതിനാണ് മൺപാത്രം ഉണ്ടാക്കുന്ന ഒരു മനുഷ്യൻ രാവിലെ നമ്മളെ കണ്ട ചെളി എന്ത് ചെയ്തു? ആ ഒരു പാത്രം കുറെ മൺപാത്രം ഉണ്ടാക്കുന്നവരെന്താ പറയുന്നത്, ആ പാത്രം ഉണ്ടാക്കുന്ന മൺപാത്രം ഉണ്ടാക്കുന്നവര് കുശവൻ, അദ്ദേഹം എന്ത് ചെയ്തു? അതിനെ കുടങ്ങളാക്കി, അതിനെ കുറച്ച് മൺപാത്രങ്ങളാക്കി, ചട്ടിയാക്കി, അതിന് വിവിധ നാമരൂപങ്ങൾ കൊടുത്തു. പക്ഷെ അതിനെ ചുട്ടില്ല. അതെന്ത് ചെയ്യണം? നമുക്കതിന് ബലം കിട്ടാൻ, വെള്ളം കോരി വെക്കാൻ, അതിനൊരു കാരണത്തിൽ ഉപയോഗിക്കണമെങ്കിൽ പച്ച മണ്ണിനെ ചൂടണം. അത് അവര് ചുള്ളയിൽ വെച്ച് ചുട്ടെടുക്കും. പക്ഷെ അത് ചുട്ടില്ല. നമ്മൾ വൈകിട്ട് ഞാൻ തിരിച്ചു വന്നപ്പോ എന്ത് ചെയ്തു? മഴ പെയ്തു, ഭയങ്കരമായിട്ടൊരു വർഷമുണ്ടായി. ഈ പറഞ്ഞ പാത്രങ്ങൾ പല രൂപത്തിലിരുന്ന കുടങ്ങളും ചട്ടികളും എന്ത് ചെയ്തു? ഈ മഴ പെയ്തു വീണ്ടും എന്ത് ചെയ്തു? അത് ചെളിയായിട്ട് തീർന്നു. അപ്പൊ ഇതിനകത്ത് കുടങ്ങളാണോ നാമരൂപങ്ങളാണോ സത്യം? യഥാർത്ഥത്തിലുള്ള ചെളിയാണോ സത്യം? ചെളി അവിടെ ഉണ്ടായിരുന്നു. ചെളിയിലൂടെ ഒരാളുടെ കൈവിരുത് കൊണ്ട് നാമരൂപങ്ങളാക്കി കണ്ടു. നാമരൂപങ്ങൾ അതിന് യഥാർത്ഥ അഗ്നി പടരാത്തത് കൊണ്ട്, അതിന് ഉറപ്പില്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? അത് തിരിച്ച് ലയിച്ചു പോയി, തിരിച്ച് ചെളിയായി തീർന്നു. ഇത് തന്നെയാണ് നമ്മൾ ആരാണെന്ന് അറിയില്ല. ദേവി പഞ്ചഭൂതങ്ങളാകുന്ന ആ പഞ്ചഭൂതങ്ങളും ആവശ്യത്തിന് ചേരുവകളെടുത്ത് കുഴച്ച് അതിനകത്തോട്ടൊന്ന് ശ്വാസം വിട്ട് ആ ഒരു കൊച്ചു കുഞ്ഞായിട്ട് ഭൂമിയിൽ നമ്മൾ അയക്കണു. നമ്മൾ നാമരൂപങ്ങളായി തീരുന്നു. കുറെ പേരെ പാമ്പായിട്ട്, പശുവായിട്ട്, പട്ടിയായിട്ട്, പൂച്ചയായിട്ട്, മനുഷ്യരായിട്ട് നാമരൂപങ്ങളിൽ വിടുന്നു. കാലക്രമേണ നമ്മൾ അത് സത്യം എന്ന് പറഞ്ഞ് അതിനകത്ത് ഇങ്ങനെ ജീവിക്കുന്നു. പക്ഷെ എന്ത് ചെയ്യണം? അതിനെ ചൂടണം. എന്താ ചൂടേണ്ടത്? അഗ്നിയിൽ കയറ്റി ഉപാസനയിലൂടെ, ആ ഒരു തപസ്സിലൂടെ നമ്മുടെ യഥാർത്ഥ സത്യം, ഈ പറയുന്ന കുടം ഉടഞ്ഞു പോയാലും നാമരൂപങ്ങൾ നഷ്ടപ്പെട്ടാലും ഇതിനകത്ത് അതാണ് വിത്ത് വറുക്കണം. വിത്ത് വറുത്താൽ മുളക്കില്ല, അല്ലാത്ത വിത്തുകളൊക്കെ മുളയ്ക്കും, ഇല്ലേ? വറുക്കുക എന്ന് പറയുന്നത് എന്താ? തപസ്സിലൂടെ യഥാർത്ഥ സത്യത്തെ അഗ്നിയിൽ പ്രവേശിപ്പിക്കണം. അതിലൂടെ യഥാർത്ഥ സ്വരൂപത്തെ അറിയണം, അതിനെ ഉറപ്പുള്ളതാക്കണം. എന്നിട്ട് മനസ്സിലാക്കണം ഈ കൂടെ എപ്പോഴായാലും ഇല്ലാതായി പോവും. ഈ നാമരൂപങ്ങളും പെണ്ണ്, ആണ്, പുരുഷൻ, സ്ത്രീ, വൈശ്യൻ, ശൂദ്രൻ, ബ്രാഹ്മണൻ, ഈ രൂപങ്ങളെല്ലാം എന്താണ്? ആ ഒരു ശരീരത്തിനാണ് കൊടുക്കുന്നത്. യഥാർത്ഥമായിട്ട് ഇതിനകത്തിരിക്കുന്ന ജീവന് നാമരൂപങ്ങളില്ല, പേരില്ല, ജാതിയില്ല. യസ്യാന്തം നാദിമധ്യം നഹി കരചരണം നാമഗോത്രം ന സൂത്രം നോ ജാതിയും നൈവ വർണ്ണം ന പുരുഷോ നപുംസം നജ സ്ത്രീ നാകാരം നൈവകാരം നഹി ജനി മരണം. ആ ഒരു ജനന മരണങ്ങളില്ലാത്ത വസ്തു.
ആ യഥാർത്ഥത്തിൽ എന്താണ്? ഞാൻ ശിവോഹമാണ്, സത്യവസ്തുവാണ്, എന്റെ കർമ്മങ്ങൾ തീർക്കാനാണ്. ജനിമരണമില്ലാത്ത ആ ഒരു ജീവൻ, ആ ഒരു ശിവതത്വം ആ ജനനത്തിലൂടെ ഈ ശരീരങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന എന്തിനാണ്? തന്റെ കർമ്മങ്ങൾ തീർക്കാൻ ആ ഒരു കർമ്മിയായിട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അന്ധകരണങ്ങളാണ് നമുക്ക് കർമ്മങ്ങൾ ഉണ്ടാക്കുന്നത്, ചിന്തകളാണ് കർമ്മങ്ങൾ ഉണ്ടാക്കുന്നത്. ചിന്തയെ പോസിറ്റീവ് ആക്കിയാല് കർമ്മങ്ങൾ കുറയ്ക്കാം. പോസിറ്റീവ് കർമ്മങ്ങളെ നമ്മളിൽ നിന്ന് വരൂ. പോസിറ്റീവ് കർമ്മങ്ങൾ നമുക്ക് എന്ത് തരും? പുണ്യമേ തരുള്ളൂ. ആ പുണ്യം കൊണ്ട് ഊർത്ത ലോകങ്ങളിലേക്ക് സഞ്ചരിക്കാൻ പറ്റും. ഇതൊരു ചക്രമാണ്. ഏവം പ്രവർത്തിതം ചക്രം. അപ്പോ എങ്ങനെയാണോ നാറാണത്ത് ഭ്രാന്തൻ പറഞ്ഞ പോലെ എനിക്ക് ദിക്കുകളില്ല, ശിവനില്ലാത്ത സ്ഥലം കാണിച്ചു തരൂ. ആ ഒരു ശിവൻ ഇല്ലാത്തത്, വിഷ്ണു ഇല്ലാത്തത്, ആ ചൈതന്യം ഇല്ലാത്ത ഒരു സ്ഥലം പോലും ഭൂമിയിലില്ല. എല്ലാം അമ്മയുടെ പ്രകടനങ്ങളാണ്. എല്ലാത്തിലും അമ്മയുണ്ട്. ഏതിലൊക്കെയാണോ നാമരൂപങ്ങളായിട്ട് ഉണ്ടാക്കിയത്, തന്ത്രശാസ്ത്രം പറയുന്നു നാമരൂപങ്ങളിൽ ഞാൻ പ്രവേശിച്ചു. ഈ ഞാൻ എന്ന് പറയുന്ന ആരാണ്? രൂപങ്ങൾ മായുമ്പോ നാമങ്ങൾ ഇല്ലാതാവുന്നു. ആ പ്രവേശിച്ച ശക്തി മാത്രം ബാക്കിയാകുന്നു. അതിനെയാണ് നമ്മള് പരാശക്തി, മൂലപ്രകൃതി, ഭഗവതി, എന്താ പറയുക, എനർജി എന്നാണ്. ഈസ് ഈക്വൽ ടു MC² എന്നൊക്കെ പറയുന്നത് എന്താ? ഈസ് എനർജി, നമ്മുടെ ശക്തി, ഇച്ഛ ജ്ഞാന ക്രിയാശക്തികൾ ചേർന്ന് ആ ചിദ്രൂപിണിയായിരിക്കുന്ന ചിത് ശക്തി. ആ ചിത് ശക്തി മൂന്നായിട്ട് പിരിയുമ്പോഴത്തേക്ക് ത്രിഗുണാത്മികയായിട്ട് തീരുന്നു. ആ ശക്തി മാത്രമേ യാഥാർത്ഥ്യമായിട്ടുള്ളൂ. അപ്പൊ ദിക്കുകളെ കീഴടക്കാൻ മീനാക്ഷി പോയി എന്ന് പറഞ്ഞാൽ എന്താ? ദിക്കുകളില്ലാത്ത ഭഗവതി, ദിക്കുകൾ എന്ന് പറഞ്ഞ് ആ ഒരു അഷ്ടദിക്പാലകരെയും എല്ലാരെയും കണ്ട് കീഴടക്കണം. എന്തിനു വേണ്ടി? തന്റെ സൃഷ്ട പ്രപഞ്ചത്തിന് അനുഗ്രഹം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ വന്നിരിക്കുന്നത്. കാരണം അമ്മയുടെ പ്രഭാവത്തിൽ ദിക്കുകൾ ഇല്ലാതാവുന്നു, സംശയങ്ങൾ ഇല്ലാതാവുന്നു, പിന്നെ ഐശ്വര്യം മാത്രമേ ഉള്ളൂ അവിടെ. അപ്പൊ ദേവി ദിഗ്വിജയത്തിന് പുറപ്പെടുകയാണ്. അപ്പോ ആ രാജ്ഞിയെ കാണണം. എല്ലാവർക്കും ആഗ്രഹം എന്താ? തന്റെ ആ ഒരു മഹാരാജ്ഞിയെ നമ്മൾ ഇന്നലെ കണ്ടു. ഒരുപാട് റെസ്ട്രിക്ഷൻ, കൊട്ടാരത്തിൽ കയറി അമ്മയെ കാണാൻ. പക്ഷെ ദിഗ്വിജയത്തിന് പുറപ്പെടുന്ന ദേവിയെ കാണാൻ വേണ്ടി സുവാസിനികളെല്ലാം തന്നെ മധുരാപുരി ഒരു കൊടി തോരണങ്ങൾ തൂക്കി അതീവ മനോഹരമായിട്ട് ഓരോ വീടിന്റെ മുമ്പിലും എന്താ മൺചിരാഗില് ആ ദീപം കത്തിച്ചു വെച്ച്. എന്താ മൺചിരാഗ്? ശരീരം തന്നെയാണ് മൺചിരാഗ്. അമ്മയെ കാണാൻ അമ്മ എന്റെ ഉള്ളിലിരിക്കുന്ന ആ എണ്ണ ഒഴിച്ച് നമ്മുടെ എന്താ പഞ്ചഭൂതങ്ങളാകുന്ന ഈ ശരീരത്തില് ആ മണ്ണില് എന്താ ആ കത്തുന്ന ആ എണ്ണ എന്ന് പറയുന്നത് നമ്മുടെ പ്രാണനുകള്. ആ എണ്ണ ഒഴിച്ച് തിരിയിട്ട് കത്തിച്ചിരിക്കുക. എന്താ? നമ്മുടെ ജീവൻ, നമ്മുടെ ശരീരത്തെ ഉണ്മ കൊടുക്കുന്ന, അതാണ് ഗമനാഗമനം. നമ്മൾ പോയിട്ട് വരുന്ന ജീവൻ എന്ത് ചെയ്യും? ആ ഒരു മൺകുടത്തിൽ, 9 ദ്വാരങ്ങളുള്ള മൺകുടത്തില് ജീവാത്മാവായിട്ടിരിക്കും. നമുക്കറിയാം ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൽ പറയുന്നു 9 ദ്വാരങ്ങളിൽ ഇരിക്കുന്ന ശരീരത്തിൽ 9 ദ്വാരങ്ങളിലൂടെ ആ ഘടസ്ഥം, ആ ഒരു ശരീരമാകുന്ന ഘടം, അതിനകത്തിരിക്കുന്ന ആ പ്രകാശം തന്റെ 9 ദ്വാരങ്ങളിലൂടെ, നവദ്വാരേ പുരേ ദേഹി, ആ പുരത്തില്, ശരീരമാകുന്ന പുരത്തില് ഈ വെളിച്ചം എന്ത് ചെയ്യുന്നു? നമ്മുടെ കണ്ണിലൂടെ, കാതിലൂടെ, നാക്കിലൂടെ എല്ലായിടത്തുകൂടെയും പുറത്തേക്ക് പ്രവഹിക്കുകയാണ്. അതുണ്ടെന്ന് നമുക്ക് അറിയുന്നത് എന്താ? ഈ ജീവശക്തി തന്നെ. നമുക്ക് സംസാരിക്കാനുള്ള കഴിവ്, കാണാനുള്ള കഴിവ്, കേൾക്കാനുള്ള കഴിവെല്ലാം തരുന്ന ആ ചിത് ശക്തി. ഇപ്പൊ മൺചിരാഗ്, നമ്മൾ കാർത്തിക ദീപം കത്തിക്കുന്ന എല്ലാം തന്നെ അതാണ്. ഈ ശക്തിയെ, പരാശക്തി അമ്മയാണ് ഞങ്ങളുടെ ഉള്ളിലിരുന്ന് ഈ പറയുന്ന എന്താ? കാണാനും കേൾക്കാനുമുള്ള കഴിവ് തരുന്നെന്ന് പറഞ്ഞ് മൺചിരാഗ് കത്തിച്ചു. അത് എടുത്തു പറയുന്നുണ്ട് മീനാക്ഷി വൈഭവത്തില്. താനാകുന്ന, ശരീരമാകുന്ന ആ ഒരു മൺചിരാഗിനകത്തുള്ള ആ ഒരു ദീപത്തെ കാണിച്ചുകൊണ്ട് മീനാക്ഷിക്ക് ഒഴിയാനായിട്ട്, അമ്മയുടെ പാദപത്മങ്ങളെ നമസ്കരിക്കാനായിട്ട് ഓരോ വീട് മണിഞ്ഞൊരുങ്ങി. എങ്ങനെയാണോ ഓരോ ജീവാത്മാവും തന്റെ ഇഷ്ടമൂർത്തിയായിരിക്കുന്ന പരാശക്തിയെ റിസീവ് ചെയ്യാൻ നമ്മൾ ഓരോരുത്തരും സാധകനായിട്ട് ഒന്ന് വരും നാളെ വരും അമ്മ എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന പോലെ, ഓരോ മധുരയില്, നമ്മളും മധുരാപുരിയാണ്. നമ്മുടെ മധുര ഏതാണ്? നമ്മുടെ ശരീരം തന്നെ. ഈ പറഞ്ഞ പുരി പട്ടണത്തില്, അതാ നമ്മുടെ ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൽ കണ്ടതുപോലെ ആ ഒരു വിശ്വം ദർപ്പണ ദൃശ്യമാന നഗരീ തുല്യം നിജാന്തർഗതം. എന്തുള്ളത് കൊണ്ടാണോ ഈ ദൃശ്യങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നത്, അറിയാൻ പറ്റുന്നത്? അതെല്ലാം എവിടെ? ഈ മധുരാപുരി നമ്മൾ തന്നെ. മധുരാ ക്ഷേത്രത്തിൽ മീനാക്ഷി നമ്മുടെ ഉള്ളില്, ആ സുന്ദരേശ്വരന് നമ്മുടെ ഉള്ളില്, ആ മൺചിരാഗ് കത്തിച്ച് അമ്മയുടെ ആ ചിദ്രൂപിണിയായിരിക്കണം അമ്മയെ നമ്മൾ വരവേൽക്കണം, കാത്തിരിക്കണം. അമ്മയ്ക്ക് പൊട്ടിടണം, അമ്മയ്ക്ക് കുങ്കുമം കൊടുക്കണം, അമ്മയെ റിസീവ് ചെയ്യണം. അമ്മ എന്താ റിസീവ് ചെയ്യാൻ ഓൾറെഡി അമ്മ അവിടെ ഇരിക്കുകയാണ്. പക്ഷെ നമ്മൾ സിംഹാസനത്തിൽ ഇരുത്തിയില്ല. അമ്മ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്നത്. പക്ഷെ അറിഞ്ഞുകൊണ്ട് റിസീവ് ചെയ്യണം. അമ്മ എനിക്ക് അറിയാൻ പറ്റി. ആ ഒരു എക്സ്പീരിയൻസ്ഡ് ട്രൂത്ത് വരാനാണ് നമ്മുടെ സാധകരുടെ ലക്ഷ്യം. അപ്പൊ ഓരോ വീട്ടിലും എന്ത് ചെയ്തു? മൺചിരാഗ് കത്തിച്ച് കൊടിതോരണങ്ങൾ തൂക്കി സന്തോഷമായിട്ട് പരമ ഐക്യം വരാൻ പോവുകയാണ്. സുന്ദരേശ്വര സ്വാമികളെ കൊണ്ടുവരാൻ പോവുകയാണ്. അതൊന്നും ഇവർക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എല്ലാവരുടെയും ഉള്ളിലും മീനാക്ഷിയെ കാണാൻ ഒരു തിടുക്കം. നമുക്കും
അമ്മയെ കാണാൻ എങ്ങനെയാണോ തിടുക്കം, ഈ രൂപത്തിൽ കാണുന്നു, ചക്രത്തിൽ കാണുന്നു, പടത്തിൽ കാണുന്നു, എന്തൊരു ഭംഗിയാണ് അമ്മ എന്നെനിക്ക് കാണാൻ പറ്റും. ഓരോ ജീവനും കാത്തിരിപ്പാണ് അല്ലെ. വരണമാല്യം കയ്യിലേന്തി ആ ഒരു കന്യാകുമാരിയില് കന്യകയായിട്ടിരിക്കുന്നത് പോലെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ജീവശക്തി മൂലാധാരത്തില് എത്രയോ ജന്മങ്ങൾ ഉറങ്ങിക്കിടന്നു അറിയാതെ പോയി ഇന്ന് ഉണർന്നിരിക്കുകയാണ്. അമ്മയ്ക്ക് വരണമാല്യം ആരുടെ കഴുത്തിലിടണം? ആ ഒരു ഹിമാലയത്തില്, ആ ഒരു സഹസ്രാര പത്മത്തില് ബിന്ദുസ്ഥാനത്തിരിക്കുന്ന ശിവന്റെ കഴുത്തിലിടണം. അവരുടെ വിവാഹം, അവരെ തമ്മിൽ ഒന്നിപ്പിക്കണം. അതാണ് ഒരു ജീവന്റെ പരമമായിട്ടുള്ള ലക്ഷ്യം. അതിനെയാണ് മോക്ഷം എന്ന് പറയുന്നത്. ധർമ്മ അർത്ഥ കാമങ്ങൾ ഉണ്ടെങ്കിലും മോക്ഷമുണ്ടെങ്കിൽ ജീവൻ പരിഭാഗപ്പെടൂ. ജീവന് ഈ പറയുന്ന ചുട്ട പാത്രമായിട്ട് തീരും. നമ്മള് ഈ സത്യത്തെ ഈ ശരീരത്തിൽ ഈ ഉപാധി ഇല്ലെങ്കിൽ അറിയാൻ പറ്റില്ല. ഉപാധിയെ നന്നായിട്ട് ഉപയോഗിക്കലാണ് ഒരു സാധകൻ ചെയ്യേണ്ടത്. ആ ഉപാധി ശരീരത്തിലിരുന്ന് ഈ കാര്യങ്ങളെ ചിന്തിച്ചുറപ്പിച്ച് എത്രേ മനസ്സുകൊണ്ട്, നമുക്ക് മനസ്സുകൊണ്ട് മാത്രമേ അമ്മയുടെ അടുത്ത് ചെല്ലാൻ പറ്റൂ. ശരീരം കൊണ്ട് ഇപ്പൊ ചെല്ലാൻ പറ്റില്ല. അതുകൊണ്ട് മനസ്സുകൊണ്ട്, മന്ത്രം കൊണ്ട് അമ്മയുടെ അടുത്ത് ചെല്ലണം. ഈ മധുരാ നിവാസികളെ പോലെ കൊടി വാദ്യ ഘോഷങ്ങളോടുകൂടി ഓരോ ചക്രങ്ങളും അമ്മ സമയാചാരത്തിൽ ഓരോ ചക്രങ്ങൾ അതിക്രമിക്കുമ്പോൾ അവിടെ വീണ കേൾക്കും, മൃദംഗം കേൾക്കും, പെരുമ്പറ കേൾക്കും, ശംഖുനാഥം കേൾക്കും. ഓരോ ചക്രത്തിലും അമ്മയ്ക്ക് ഓരോ വാദ്യഘോഷങ്ങളുണ്ട്. അത് മനസ്സിന്റെ തലങ്ങളാണ്. നിശബ്ദദേശത്ത് എത്താനുള്ള മനസ്സിന്റെ അടക്കം അവസാനത്തെ ഒരു പെടച്ചിലാണ്. കാരണം ജീവൻ എങ്ങനെയാണോ ശരീരം വിടുമ്പോൾ ലാസ്റ്റ് നമ്മൾ പറയില്ലേ, ലാസ്റ്റ് സ്പന്ദനം ഒരു പെടച്ചിലാണ്. കാരണം പ്രപഞ്ചത്തിലോട്ട് വരുമ്പോഴും അങ്ങനെയാണ്, ശരീരം വിടുമ്പോഴും അങ്ങനെയാണ്. അതായത് ഇത്രയും കാലം എന്തിലാണോ ഉറച്ചിരുന്നത് അതിനെ വിടുമ്പോൾ ഒരു വല്ലാത്ത ഒരു മീൻ കരയിലിടുമ്പോ കിടന്നിങ്ങനെ തുടിക്കില്ലേ, അതുപോലെ ലാസ്റ്റ് അതുപോലെയാണ് നമ്മുടെ ശരീരത്തിലിരിക്കുന്ന ജീവൻ അമ്മയെ കാണാൻ വെമ്പുന്നത്. ഇതിങ്ങനെ തുടിക്കുക, അമ്മ ഒന്ന് കാണാൻ പറ്റണം. കാരണം എവിടെ നിന്നാണോ വന്നത് നമുക്കെല്ലാം തിരിച്ചു പോക്കണ്ട. അവിടെയോട്ടുള്ള ഒരു ആകർഷണം അതിഭയങ്കരമാണ്. കാരണം ദേവീയ ഉപാസനയില് ദേവിയിലോട്ടുള്ള ആകർഷണം ഒരു ജീവനെ തടഞ്ഞു നിർത്താൻ പറ്റില്ല. അതിങ്ങനെ എന്താ ശക്തമായിട്ട് പ്രവഹിക്കും. അപ്പൊ ആ ഇങ്ങനെ കിടന്ന് തുടിക്കും, അമ്മയെ കാണണം, അമ്മയെ എക്സ്പീരിയൻസ് ചെയ്യാൻ, എന്ത് വഴി സ്വീകരിക്കാൻ, ഞാൻ അത് ചെയ്യാം, ഇത് ചെയ്യാം, എങ്ങനെ പോകണം, ഇങ്ങനെ ഒരു എന്താ പറയാ പന്ഥാവ് നിശ്ചയിക്കാത്ത ഒരു വഴി. പക്ഷെ നമുക്കിതെല്ലാം ഒരു വഴി നിശ്ചയിച്ചു. അമ്മയെ കാണാനുള്ള വഴി വളരെ എന്താ രാജവീതി, ആ ഒരു രാജയോഗം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇതിലൂടെ ചെല്ലാമെന്ന് നമുക്കറിയാം. അവിടെ എന്താ വേണ്ടത്? ആ ഒരു നിഷ്കളങ്കമായിട്ടുള്ള ഉപാസന മാർഗത്തില് ഒരു സമർപ്പണ ബോധം, ശ്രദ്ധ, വിശ്വാസം, സ്നേഹം, ആ ഒരു എന്താ പറയുക ഒരു ഡ്യുവാലിറ്റി അവിടെ തോന്നില്ല. അമ്മ മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു ചിന്ത അവിടെ സമർപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അവിടെ അത്ര കരുണാമൃത സാഗരയാണ് അമ്മ. അമ്മയ്ക്ക് കരുണ മാത്രമേ ഉള്ളൂ. ആ കുഞ്ഞുങ്ങളെ അമ്മ വെറുതെ കളയില്ല. കാരണം ഇത്രയും കോടാനുകോടി ജനങ്ങളിൽ എത്ര പേരാണ് അമ്മ എന്ന് വിളിക്കുന്നത്? അവരുടെ അടുത്തോട്ട് വരാൻ കാരണം എന്താ? അടുത്തിരിക്കുന്ന അമ്മയെ അവരറിയുന്നില്ല, അടുത്തിരിക്കുന്ന അമ്മയെ ഉപാസകർ അറിയുന്നു. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. അടുത്തിരിക്കുന്ന അമ്മയെ അറിയാതെ ക്ഷേത്രങ്ങളിൽ, അത് ആരുടെയും കുറ്റമല്ല. പലയിടത്തും അന്വേഷിച്ച് നടന്നിട്ട് അവസാനം അറിയണം എന്റെ ഉള്ളില് എന്റെ അമ്മ ഇരിപ്പുണ്ട്. ആ മഹാരാജ്ഞിയായിട്ട്, ആ ഒരു മധുര നമ്മുടെ ശരീരമാകുന്ന മധുരാപുരിയിലെ മഹാരാജ്ഞിയായിട്ട് സിംഹാസനത്തിൽ ഇരിക്കുന്ന അമ്മയെ നമ്മൾ കാണാൻ പോവുകയാണ്. ദിഗ്വിജയം നേടി അമ്മ സുന്ദരേശ്വരനുമായിട്ട് ചേരാൻ പോവുകയാണ്. അപ്പോ ഓരോ വീടുകളും എന്താ പറയാ, ഓരോ ആളുകളും എന്ത് ചെയ്തു? സുവാസിനികളെല്ലാം തന്നെ ചുമന്ന വസ്ത്രങ്ങളൊക്കെ ധരിച്ച് കുങ്കുമമിട്ട് പൂവച്ച് എന്തൊരു മംഗളകരമായിട്ടാണ് തട്ടത്തില് ചിരാകുകൾ കത്തിച്ചു വെച്ച് വെളിച്ചം. ആ ഒരിടത്തും ഇരുട്ടില്ല, അജ്ഞാനമില്ല. അമ്മ വരുന്നിടത്ത് എങ്ങനെ ഇരുട്ടിരിക്കും? അവര് എന്താ പറയാ മധുര പലഹാരങ്ങൾ വെച്ച് സന്തോഷത്തോടുകൂടി ഓരോ വീട്ടിന്റെ നടയിലും സുമംഗലികൾ കൂടി 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 നിൽക്കുക. കാരണം ദിഗ്വിജയത്തിന് പോകുന്ന മീനാക്ഷിയെ കണ്ടു തൊഴണം, അനുഗ്രഹിക്കണം. ഞങ്ങളുടെ കുഞ്ഞാണ്, എന്റെ മകളാണ്, എന്റെ മകളാണ് എന്ന് ഓരോരുത്തരുടെയും അമ്മമാരുടെ മനസ്സിൽ തോന്നുകയാണ്. ആ പരാശക്തി അംബികയെ എന്ത് ചെയ്യണം? കർപ്പൂരം ഒഴിയണം, ആ ദൃഷ്ടിദോഷം മാറ്റണം, ഞങ്ങൾ ഉണ്ടാക്കിയ പലഹാരങ്ങൾ സ്വന്തം കൈകൊണ്ട് കൊടുക്കണം, തൃപ്തി അടയണം, അമ്മ സുഖമായിട്ട് ദിഗ്വിജയത്തിന് പോയി ജയിച്ചു വരണം എന്നൊക്കെ ആഗ്രഹിച്ച് നിൽക്കുന്നത് കണ്ട് ദേവി എന്ത് ചെയ്തു? ഓരോ തെരുവിലും സുമതിയോട് പറയണം, തന്റെ മന്ത്രിയായിട്ടുള്ള സുമതിയോട് പറയുന്നു, ഓരോ തെരുവിലും, അതായത് കൊട്ടാരത്തിൽ കയറ്റാൻ പറ്റില്ല, അപ്പൊ എന്ത് ചെയ്യണം? ഓരോ തെരുവിലും ചെന്ന് ആ ഒരു എന്താ പറയാ സ്വീകരണം ഏറ്റുവാങ്ങാൻ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് ഓരോ വീട്ടിന്റെ നടയിലും നിർത്തി അവര് കർപ്പൂര ആരതി ഒഴിഞ്ഞ് ദേവിയുടെ നെറ്റിയില് വിജയ തിലകം ചാർത്തി മധുര പലഹാരങ്ങളെ കൊടുത്ത്, അമ്മ ഇത് വയ്ക്കമ്മ, വഴിയിൽ കഴിക്കാനല്ലേ, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഓരോരുത്തരും കൊടുത്ത് എന്ത് ചെയ്തു? ആ അനുഗ്രഹം അവിടെയാണ് ഏറ്റവും വലുത്. ദേവി കൊടുക്കുന്ന അനുഗ്രഹം നോക്കൂ, നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന അനുഗ്രഹം 1000 മടങ്ങാ ദേവി ഇങ്ങോട്ട് തരുന്നത്. അമ്മയെ അനുഗ്രഹിക്കുകയാണ് സ്വന്തം മകളെ പോലെ കണ്ട്. അപ്പൊ ദിഗ്വിജയത്തിന് പോയിട്ട് വരൂ എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കണം. വളരെ എന്താ പറയാ ആ ഒരു കൊട്ടാരത്തിൽ വരാൻ പറ്റാത്ത പണ്ഡിതനും പാമരനും താഴെയുള്ളവനും എന്താ പറയാ ജാതി ഭേദമന്യേ
പണത്തിന്റെ യാതൊരു വിധത്തിലുള്ള ഒരു ഡിസ്പാരിറ്റി ഇല്ലാതെ ഓരോ വീട്ടിലും എന്താ അവരുടെ അഭിലാഷങ്ങൾ എന്താ, ദേവി നടയെ ചെല്ലുക എന്ന് പറഞ്ഞാൽ അവരുടെ എല്ലാം ഓൾറെഡി നിറവേറ്റി കഴിഞ്ഞു. അമ്മയുടെ പ്രസൻസിൽ തന്നെ അവരുടെ എല്ലാ മനോകാമനകളും പൂർണ്ണമായി, ഐശ്വര്യങ്ങളും കിട്ടിക്കഴിഞ്ഞു. ദേവി അവരെല്ലാരും സന്തോഷത്തോടുകൂടി അമ്മയെ കാണുമ്പോൾ പലതും ചോദിക്കണം എന്ന് പറഞ്ഞു. അത് കുറെ വീടുകളുടെ കാര്യം പറയുന്നുണ്ട്, പലതും ചോദിക്കണം, ദേവിയുടെ അടുത്ത് അത് ചോദിക്കണം ഇത് ചോദിക്കണം എന്നൊക്കെ പറഞ്ഞ് നിന്നവരെല്ലാം എന്ത് ചെയ്തു, ദേവിയുടെ സൗന്ദര്യം കണ്ട് അത്ഭുത ശബ്ദരായിട്ട് അമ്മ 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 എന്ന് വിളിക്കുക. അമ്മയുടെ പാദപത്മങ്ങള് ചിലര് നെറ്റി തടവുന്നു, ചിലര് തലയിൽ തൊടുന്നു, ചിലര് കുങ്കുമം കൊടുക്കുന്നു, കർപ്പൂര ആരതി ഒഴിയുന്നു, പലഹാര പൊതി കൊടുക്കുന്നു. കുചേലൻ ശ്രീകൃഷ്ണന് കൊടുത്ത പോലെ നമ്മൾ എന്ത് കൊടുക്കും അമ്മയ്ക്ക്? എന്ത് കൊടുത്താൽ അമ്മയ്ക്ക്, ഈ പറഞ്ഞ പ്രപഞ്ചേശ്വരിക്ക് എന്താ നമ്മൾ കൊടുക്കേണ്ടത്? ആ സ്നേഹം, ആ കൊച്ചു പലഹാരം, ഒരു ലഡു ആവട്ടെ, ഒരു പലഹാരം, എന്ത് പൊതിയാണെങ്കിലും ആ മനസ്സ് അമ്മ കാണുന്ന എന്താ, അവരുടെ സ്നേഹം എല്ലാം വാങ്ങിച്ച് തേരിനകത്ത് വെക്കുകയാണ്. ആരുടെ അടുത്തും വേണ്ട എന്ന് പറഞ്ഞില്ല, എല്ലാം കുറച്ചേ കൊടുത്തു. അമ്മ ഇതേ ഉള്ളൂ, ശരി ഇത് മതി, സന്തോഷത്തോടെ ചേച്ച ഒന്ന് അനുഗ്രഹിക്കുകയാണ്. അവരുടെ എല്ലാ ജന്മാന്തര പുണ്യം, അവരുടെ ജന്മങ്ങളെല്ലാം പൂർത്തീകരിച്ചു. ആ മധുരാപുരിയിലെ ഓരോ വീട്ടിന്റെ നടയിലും ചെന്ന് സന്തോഷത്തോടു കൂടി എല്ലാവരും ദേവിയെ യാത്രയാക്കി. ഇന്നും മധുര ക്ഷേത്രത്തിൽ എന്താ, ശിലാരൂപമായിട്ടല്ല അവര് കാണുന്നത് ദേവിയെ. അവിടെ ഒരു ക്ഷേത്രത്തിൽ ഒരു ശിലയില് മധുര മീനാക്ഷി എന്ന് പറഞ്ഞിട്ട് പച്ചക്കല്ലുള്ള ഒരു പ്രതിമ, ഒരു തത്തയും വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു രൂപമല്ല. ഇന്നും മധുരയിലുള്ളവർക്ക് അവരുടെ അമ്മയാണ്, ജീവിച്ചിരിക്കുന്ന ഭഗവതിയാണ്. അവിടെ ചെന്ന് അമ്മ എന്ന് വിളിക്കുമ്പോൾ ആ കല്ലില്, ഒരു കല്ലില് ഈശ്വരനെ കാണാൻ പറ്റും കൊണ്ട് എന്തുകൊണ്ട് നമ്മുടെ ഉള്ളിനകത്ത് നമുക്ക് ഭഗവതിയെ കണ്ടുകൂടാ? ഈ പറയുന്ന ക്ഷേത്രങ്ങളാകുന്നിടത്ത് എല്ലാം തന്നെ വിഗ്രഹങ്ങളില്ലേ, ആ വിഗ്രഹങ്ങളിൽ നമ്മൾ നടയിൽ ചെന്ന് അമ്മ എന്ന് വിളിക്കുന്നില്ലേ? ആ വിഗ്രഹങ്ങളിൽ ഒരു ദൈവത്തെ ഉണർത്താമെങ്കിൽ പൂർണ്ണമായിട്ടിരിക്കുന്ന ഈ ചേതനയുള്ള ശരീരത്തിൽ എന്തുകൊണ്ട് അമ്മയെ നമുക്ക് കണ്ടുകൂടാ? ഇതാണ് ഉപാസന. ആ കല്ല്, അവര് കല്ലായിട്ടല്ല മധുര മീനാക്ഷിയെ കാണുന്നത്. അവരുടെ എന്താ പറയാ, അവരുടെ രാജ്യം ഭരിച്ചിട്ട് ഇന്നും അവിടെ അവിടെ ഒരു പ്രസൻസ്, ദേവിയുടെ പ്രസൻസ് ഉണ്ട്. ഇന്നും അവിടെ അവര് മധുര ക്ഷേത്രത്തിനകത്ത് അമ്മയുണ്ട്, സുന്ദരേശ്വരനുണ്ടെന്ന് വിശ്വസിക്കണം. ആ വിശ്വാസം നമുക്കെല്ലാം കണ്ണുകൊണ്ട് കാണാൻ പറ്റണമെന്നില്ല, എല്ലാം അനുഭവിക്കണമെന്നില്ല, പക്ഷെ ആ ഒരു വിശ്വാസം ഉണ്ട്. എന്റെ അമ്മ എന്റെ കൂടെ ഉണ്ട്. ഇതിനെയാണ് നമ്മൾ എന്താ പറയാ, വിശേഷമായിട്ടുള്ള നമ്മുടെ ഒരു ഉറപ്പ്. ആ ഉറപ്പ് അല്ല ഉണ്ടോ ഇല്ലയോ, വരുമോ പോകുമോ തരുമോ, ഇതൊക്കെയാണ് നമുക്ക് സംശയം വരുന്നത്. അങ്ങനെയല്ല, ഉറച്ച വിശ്വാസം നമുക്ക് എന്ത് ചെയ്യും, പ്രകടമായിട്ട് നമുക്ക് അനുഗ്രഹമായിട്ട് തിരിച്ചു വരും. പ്രത്യേകിച്ച് അമ്മയിലുള്ള അവര് തങ്ങളുടെ സ്വന്തം മീനാക്ഷി, അവര് ജീവിക്കുന്നത് തന്നെ ഈ പറഞ്ഞ സാന്നിധ്യത്തിലാണ്. അവിടെ എല്ലാവർക്കും മീനാക്ഷി എന്ന് പറഞ്ഞ വേറെ ദേവത ഇല്ല. അവിടെയൊക്കെ പ്രകടമായിട്ട് ആ മക്കൾ ചോദിക്കുന്ന എല്ലാം തന്നെ. അതുകൊണ്ടാണ് അവിടുത്തെ ഈ മീനാക്ഷി ക്ഷേത്രത്തിന് ഇത്രയധികം പ്രാധാന്യം. ചോദിക്കുന്നവരെല്ലാം, നമസ്കരിക്കുന്നവർക്കെല്ലാം ചോദിക്കുന്ന അനുഗ്രഹങ്ങളെല്ലാം കൊടുത്ത് മുക്തി സ്വരൂപിണിയായിട്ട് മധുര മീനാക്ഷി അവിടെ വാണരുളുന്നു. ഇന്നും അന്നും അവിടെ അന്ന് ദേവി ഭരിച്ചിരുന്നെങ്കിൽ ഇന്ന് ഹൃദയപത്മങ്ങളിൽ അവിടെയുള്ള ഭക്തരുടെ, ലോകത്ത് മുഴുവനുമുള്ള ഭക്തര് ആരാണോ ദേവിയെ തന്റെ ഹൃദയത്തിൽ കണ്ട് അവിടെ ചെന്ന് തൊഴുന്നത് അവർക്കും കിട്ടും അനുഗ്രഹം. ഒരിക്കൽ പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അനുഗ്രഹം വീണായി പോവില്ല. കാരണം സാന്നിധ്യം ഇന്നുകൊണ്ട്. അത്ര ദേവി ഭരിച്ചിരുന്ന എത്രയോ വർഷങ്ങള് രാജ്ഞിയായിട്ട് സുന്ദരപാണ്ഡ്യനുമായിട്ട് അവിടെ ഇരുന്ന് ഭരിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു പ്രസൻസ് അത് ഇങ്ങനെ നിലനിർത്തി പൂജകളിലൂടെ, ചിന്തകളിലൂടെ ആ ഒരു പോസിറ്റീവ്നെസ് ഇന്നും മധുര നഗരത്തിനുണ്ട്. അതുകൊണ്ടാണ് ഹാലാസ്യം എന്ന് പറയുന്നത്. ഹാലാസ്യം ശിവന്റെ ക്ഷേത്രം, അത് നമുക്ക് അവസാനം കാണാം. അപ്പൊ ദേവി എന്ത് ചെയ്തു, നമ്മുടെ രാജരാജേശ്വരിയായിട്ട് മധുരാ നിവാസികളെല്ലാം മഹാഭാഗ്യം ചെയ്തവരാണ്. എല്ലാം തന്റെ നിവേദ്യങ്ങൾ കൊടുത്ത് അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങി മീനാക്ഷി ദിഗ്വിജയത്തിനായിട്ട് പുറപ്പെടുകയാണ്. വളരെ എന്താ പറയാ, സന്തോഷമായിട്ട്. ആദ്യം എന്ത് ചെയ്തു, വിജയത്തിന് ആ ഒരു നമുക്ക് ഒരു ദിഗ്വിജയത്തിന് ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്. ആദ്യം എന്ത് ചെയ്യണം, ഹിമാലയം വരെ പോണം. ഇമയം എന്ന് പറഞ്ഞ ഒരു നഗരമാണ്. ആ ഒരു ചെന്നൈയുടെ ഈ പറഞ്ഞ മധുര, പാണ്ഡ്യ ദേശങ്ങള്, അങ്ങനെ കുറെ രാജ്യങ്ങളൊക്കെ കീഴടക്കി ഹിമാലയം വരെ പോയി എന്നും അവിടെ എല്ലാം പാപികൾക്ക് അവിടെ ധർമ്മം പുനഃസ്ഥാപിച്ച് എതിർത്ത രാജാക്കന്മാരെ എല്ലാം ഇല്ലാതാക്കി എല്ലാ ജനങ്ങൾക്കും സുഭിക്ഷമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി. എല്ലായിടത്തും എന്ത് ചെയ്തു, ദേവിയുടെ വർണ്ണക്കൊടി, മീൻ ധ്വജം, അതാണ് മലയധ്വജം എന്ന് പറയുന്നത്. ധ്വജം കൊടിക്കൂറ, ആ മീനിന്റെ ആ ഒരു എന്താ പറയാ കൊടിക്കൂറ എല്ലായിടത്തും പറന്നു. അതായത് മീനാക്ഷി എന്നുള്ള ആ മീനിന്റെ കൊടിക്കൂറ, ആ ധ്വജത്തെ പറത്തി ഭാരതവർഷം മുഴുവനും കണ്ണിനാട് എന്ന പേര് വരുന്ന രീതിയിൽ എന്താ പറയാ, തോറ്റ രാജാക്കന്മാർക്കെല്ലാം എന്ത് ചെയ്തു, കപ്പം കൊടുക്കണം. ഈ തോറ്റെന്ന് പറഞ്ഞാൽ എന്താ, ചിലരൊക്കെ അധർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. എല്ലാം ദേവിയുടെ അടിയിൽ വന്നപ്പോൾ എല്ലാവരും സത്കൃത്യങ്ങൾ ചെയ്യാൻ തുടങ്ങി, കപ്പം കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ദിഗ്വിജയം, മീനാക്ഷി ദിഗ്വിജയം രാമേശ്വരം മുതൽ കന്യാകുമാരി വരെയും ഹിമാല പര്യന്തമുള്ള എല്ലാ ക്ഷേത്രങ്ങളും, ഈ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നാടിനെ ക്ഷേത്രങ്ങൾ എന്ന് പറയും. അമ്പലത്തെ മാത്രം അല്ല ക്ഷേത്രം എന്ന് പറയുന്നത്. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ശരീരം എന്ന അർത്ഥമുണ്ട്. അതുപോലെ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ്, ഒരു സംസ്ഥാനം എന്ന അർത്ഥമുണ്ട്. അപ്പോൾ എല്ലാ ക്ഷേത്രങ്ങളിലും
ഹിമാലയ പര്യന്തമുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും മീനാക്ഷി ദിഗ്വിജയം ചെയ്തു. മീൻ കൊടി സ്ഥാപിച്ചു. അങ്ങനെ ഭൂമിയില് വേറെ സ്ഥലമില്ല എന്ന് കണ്ടിട്ട് എന്ത് ചെയ്തു? മന്ത്രി സുമതി പറഞ്ഞു, അമ്മ എന്താ പറയാ, എല്ലാം നമ്മുടെ ദിഗ്വിജയം ഭൂമിയിലുള്ളതെല്ലാം കഴിഞ്ഞു. കാരണം ഇനി നമുക്ക് അടുത്തത് എന്താണ് ചെയ്യേണ്ടത്? തിരിച്ചു പോവുകയാണോ? കാഞ്ചനമാല എന്ത് ചെയ്തു? കാഞ്ചനമാല പറഞ്ഞു, എത്രയും പെട്ടെന്ന് ദിഗ്വിജയം കഴിഞ്ഞ് തിരിച്ചു വരണം. തന്റെ മകളെ കാത്തിരിക്കുകയാണ്. ഭക്ഷണം പോലും കഴിക്കാതെ മകളെ കാത്ത് ഇരിക്കുന്ന ആ ഒരു അമ്മയെ കാണാൻ പോണ്ടേ എന്ന് ചോദിച്ചപ്പോ മീനാക്ഷി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, തിരിച്ച് മധുരാപുരി പോണെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഈ സുമതി പറയാണ്, നമുക്ക് പോണം, അമ്മ അവിടെ കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞു. പക്ഷെ അപ്പോ മീനാക്ഷി ഒരു തടസ്സം പറഞ്ഞു. കാരണം ഭൂമിയിൽ ഞാനിപ്പോ എല്ലാ ദിഗ്വിജയങ്ങൾ എന്റേത് കഴിഞ്ഞു. ഇനി ഭൂമിയിൽ ചെയ്യേണ്ട കാര്യമില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ഇനി ഒരിക്കൽ എനിക്ക് പോകാൻ പറ്റില്ല. കാരണം അച്ഛൻ മലയധ്വജ പാണ്ഡ്യന്റെ ആഗ്രഹമായിരുന്നു ഈ പറഞ്ഞ ഊർധ്വ ലോകങ്ങളും കൂടെ എനിക്ക് പോകണം. അവിടെ പോയതിനു ശേഷം മാത്രമേ ഞാൻ തിരിച്ച് അമ്മയെ കാണാൻ പറ്റൂ. എല്ലാ ദിക്കെന്ന് പറഞ്ഞാൽ 14 ലോകങ്ങൾ. അപ്പൊ 14 ലോകങ്ങളിൽ ഭൂമി മാത്രം കീഴടക്കിയാൽ ഞാൻ ദിഗ്വിജയം ആവില്ല. എനിക്ക് ദേവലോകം, സ്വർഗം, വിഷ്ണുലോകം, ബ്രഹ്മലോകം എല്ലായിടത്തും പോയി യുദ്ധം ചെയ്ത് വിജയിച്ച് തിരിച്ച് മധുരയിലേക്ക് പോകാം. അതാണ് എനിക്ക് ഇഷ്ടമെന്ന് പറയുകയാണത്. അപ്പോ മീനാക്ഷി ഒരു പ്രതിജ്ഞ എടുത്താൽ അത് വളരെ ശക്തമാണ്. അതുകൊണ്ട് സുമതി പറഞ്ഞു, ശരി, അമ്മയുടെ ആഗ്രഹം അതാണെങ്കിൽ ദേവി നമുക്ക് അങ്ങനെ ചെയ്യാം. അങ്ങനെ ദേവിയുടെ തേര് വെറും കരിമ്പ് വില്ലും 5 പുഷ്പബാണങ്ങളും വെച്ചിട്ട് ഒരു സാധാരണ സ്ത്രീയായിരിക്കുന്ന സുമതിയും കൊണ്ട് ദേവി ദിഗ്വിജയത്തിന് പുറപ്പെടുകയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ദേവി പരാശക്തിയുടെ എന്താണ് അമ്മയുടെ ആ ഒരു വൈഭവം എന്ന്. ദേവി ദേവലോകത്ത് പുറപ്പെട്ടു എന്ന് പറഞ്ഞ് പുറപ്പെടുകയാണെന്ന് പറഞ്ഞ് ശംഖൂതി വലിയ ഊർധ്വലോകത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരു പ്രത്യേക തരത്തിൽ വിമാനം, അതുപോലെ ദേവി തന്റെ ആ അണിമ ഗരിമ ശക്തികളെല്ലാം ദേവിയുടെ ഈ പറഞ്ഞ അഷ്ടശക്തികളും പൂജിക്കുന്ന ദേവിക്ക് പ്രത്യേകിച്ച് തേരിന്റെ ആവശ്യമില്ല. അവരെല്ലാം വന്ന് നിരന്ന് നിൽക്കുകയാണ് ദേവിയെ ഊർധ്വലോകങ്ങളിലേക്ക് കൊണ്ടുപോകാൻ. അങ്ങനെ ദേവിയുടെ ദിഗ്വിജയം പാണ്ഡ്യ കൊടി നാട്ടിയതിനു ശേഷം ദേവി എവിടെയോട്ട് പോയി? ആ മീനാക്ഷി ദേവി ഭൂമിയിൽ ദിഗ്വിജയം ചെയ്ത് പാണ്ഡ്യന്റെ മീൻകൊടി സ്ഥാപനം ചെയ്ത് ദേവലോകത്തേക്ക് യാത്ര ചെയ്യുകയാണ്. അപ്പൊ നാനായോഗി മുനീന്ദ്ര ഹൃദയവസതിയും നാനാർത്ഥ സിദ്ധിപ്രദാം നാനാ പുഷ്പ വിരാജിതാം യുഗളാം നാരായണേനാർച്ചിതാം നാദബ്രഹ്മമയീം പരാത്പരതരാം നാനാർത്ഥ തത്വസ്വരൂപിണിയും മീനാക്ഷി പ്രണതോസ്മി സന്തതമഹം കാരുണ്യവാരാനിധി. അമ്മയുടെ ഒരു പ്രത്യേക രൂപം എല്ലാ യോഗികളുടെ ഹൃദയപത്മങ്ങളില് സ്ഥിതി ചെയ്യുന്ന എല്ലാ പുഷ്പങ്ങളും കൊണ്ട് പൂജിക്കപ്പെടുന്ന പാദയുഗളങ്ങളുള്ള അല്ലയോ ദേവി. നാരായണനും നാരായണൻ പൂജിക്കുന്നു, രുദ്രൻ പൂജിക്കുന്നു, ബ്രഹ്മാവ് പൂജിക്കുന്നു. അമ്മ ആരാണ്? നാദബ്രഹ്മമയിയാണ്, പരാത്പര തൽപരയാണ്. അർത്ഥ തത്വങ്ങളുടെ എല്ലാ തത്വങ്ങളുടെയും സ്വരൂപിണിയായിട്ടുള്ള മീനാക്ഷിക്കായിക്കൊണ്ട് പ്രണതോസ്മി സന്തതമഹം. ഓരോരുത്തരും അഹം തന്റെ ഉള്ളിലിരിക്കുന്ന അഹം ഇത് സാക്ഷാത് ആത്മരൂപേണ ഭാതി. എല്ലാ ദേവന്മാരും തൊഴുത് സന്തോഷത്തോടെ ഇരിക്കണം. മീനാക്ഷി മേളിലോട്ട് വരണു, ഊർധ്വ ലോകങ്ങളിലേക്ക് വരണു എന്ന് പറഞ്ഞ് ദേവിയെ പ്രണമിക്കുകയാണ്. അപ്പോ എന്താണ് ദേവി ചെയ്തത്? ദേവലോകത്തേക്ക് ആദ്യം എവിടെയാണ് ചെയ്യുന്നത്? എല്ലാവരും ആദ്യം ചെയ്യുന്ന അഷ്ടദിക്പാലകരുടെ ഏറ്റവും രാജാവായിട്ടിരിക്കുന്ന ഇന്ദ്രലോകത്തേക്കാണ് ആദ്യമായിട്ട് ദേവി എത്തിച്ചേരുന്നത്. ആത്മസ്വരൂപിണിയായിട്ടിരിക്കുന്ന ദേവി ആയതിനാൽ ആര് എന്ന സത്യം ദേവി മറച്ചു വെച്ചിരിക്കുകയാണ്. കാരണം ഇന്ദ്രന് പോലും ഒരു മായ എപ്പോഴും ആലോചിച്ചോളണം, മായ എന്ന് പറയുന്നത് വിഷ്ണുവിന്റെ മായയാണ്. അതുകൊണ്ടാണ് നമ്മൾ വിഷ്ണു മായ എന്ന് പറയുന്നത്. വിഷ്ണു എന്ന് പറഞ്ഞാൽ വ്യാപിച്ചു കിടക്കുന്നവൻ, വ്യാപ്നോതി വിഷ്ണു. എല്ലായിടത്തും വിഷ്ണുവിന്റെ തൊഴിൽ എന്തെന്ന് ചോദിച്ചാൽ സ്ഥിതിയാണ്. സൃഷ്ടി ബ്രഹ്മാവിന്റെ, സ്ഥിതി വിഷ്ണുവിന്റെ, സംഹാരം രുദ്രന്റെ. അപ്പൊ എല്ലായിടത്തും ഈ പറഞ്ഞ നമ്മൾ ജീവിക്കുന്നത് മുഴുവനും എവിടെയാണ്? സ്ഥിതിയിലാണ്. നമുക്ക് വിഷ്ണുവിന്റെ അനുഗ്രഹം വേണം. കാരണം നമുക്ക് രുദ്രനെ അറിയില്ല, അത് നമ്മൾ മരിച്ചു കഴിയുമ്പോൾ ശരീരത്തെ ഇല്ലാതാക്കുന്നു. എവിടെയാണ് ബ്രഹ്മാവ്? ഒരു അണിയറയിലിരുന്ന് നമ്മളെ ഉണ്ടാക്കുന്ന ബ്രഹ്മാവിനെ നമുക്കറിയില്ല. എന്തുകൊണ്ടാണ് ദേവി നാരായണിക്ക് ഇത്രയും പ്രാധാന്യം? യോഗമായാണ് നാരായണി എല്ലായിടത്തും വ്യാപിച്ചു കിടക്കും. നമുക്ക് ദേവി മഹാത്മ്യത്തില് നമുക്ക് നാരായണീ സ്തുതി വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നാരായണന്റെ ഭാര്യയായിട്ടിരിക്കുന്നവൾ, അവിടെ നാരായണി എന്ന് പറഞ്ഞാൽ സഹോദരി സ്ഥാനമല്ല, നാരായണനായിരിക്കുന്ന എല്ലാവരുടെയും ഹൃദയപത്മങ്ങളില് അയനം ചെയ്യുന്നവൻ നാരായണൻ. ആ നാരായണ പത്നിയായിട്ടിരിക്കുന്ന ദേവിക്ക് ഇത്ര പ്രാധാന്യം. കാരണം നമ്മൾ ജീവിക്കുന്നത് മുഴുവനും ഈ പ്രപഞ്ചത്തിലാണ്. പ്രപഞ്ചത്തെ കാത്തുരക്ഷിക്കുന്നത് വിഷ്ണുവാണ്. വിഷ്ണുവിന്റെ ഭാര്യയായിട്ടിരിക്കുന്ന ലക്ഷ്മിക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ഉണ്ട്. ശരിക്കും പഞ്ചദശാക്ഷരി മന്ത്രത്തിന്റെ ഏറ്റവും മൂല അക്ഷരം ഹ്രീമാണ്. കാരണം ദേവി ഭുവനേശ്വരിയാണ്, ലക്ഷ്മിയാണ്. ഈ എല്ലാ ബീജങ്ങളും ചേർന്ന
ഹകാരം എന്ന് പറയുന്ന ബീജത്തിനകത്ത് ശിവനും 5 എന്താ പറയാ ദേവീ ശക്തികളും ചേർന്നിരിക്കണം. ഹകാരം ശിവനാണ് എപ്പോഴും. ശിവശക്തി ഐക്യമാണ് ഹ്രീം എന്ന് പറയുന്ന മന്ത്രം. അപ്പോ ഈ ദേവി എന്ത് ചെയ്തു? ഈ ഇന്ദ്രന്റെ ലോകത്ത് ചെന്നപ്പോ തന്നെ താൻ ആരാണ് എന്നുള്ള സത്യം മറച്ചു കളഞ്ഞു. ഇന്ദ്രന്റെയും ആത്മാവായിട്ടിരിക്കുന്ന ആരാണ്? ഇന്ദ്ര പദവി കൊടുത്തത് ആരാണ്? ദേവിയല്ലേ. പക്ഷെ ദേവി അവിടെ ചെന്നപ്പോ മായ കൊണ്ട് എന്ത് ചെയ്തു? സത്യത്തെ മറച്ചു കളഞ്ഞു. അതുകൊണ്ട് ഇന്ദ്രാദി ദേവതകൾക്ക് ദേവിയെ അറിയാൻ പറ്റിയില്ല. യോഗമായാണ് നമ്മളിലും ഇതുപോലെ തന്നെ. നമ്മളും ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തില് അഷ്ടദിക്പാലകരുണ്ട്, ഇന്ദ്രനുണ്ട്, ഈ പറഞ്ഞ എല്ലാവരും ഉണ്ട്. നമ്മുടെ ഇന്ദ്രൻ പഞ്ചേന്ദ്രിയങ്ങള് പഞ്ചകർമ്മങ്ങൾ ചെയ്യുന്നത് എല്ലാം തന്നെ നമ്മുടെ ദേവന്മാരാണ്. പക്ഷെ മനസ്സാണ് നമ്മുടെ ഇന്ദ്രൻ, ഇല്ലേ? മനസ്സാണ് പലതും എന്താ പറയാ ഒരുപാട് മായ ഉണ്ടാക്കി നമുക്ക് യാഥാർത്ഥ്യമല്ലാത്ത അറിവുകളെ കൊണ്ടുതരുന്നത്. അപ്പൊ ഇന്ദ്രൻ യോഗമായ കൊണ്ട് മറയ്ക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിലെ മനസ്സ് യഥാർത്ഥ സത്യത്തെ മറച്ചു വെച്ചിരിക്കുന്നത് ആരാണ്? ഇന്ദ്രനാണ്. ഈ പറഞ്ഞ യോഗമായ കൊണ്ടാണ്. മായയെ ഭേദിക്കണം, മായാവിയായിട്ടിരിക്കുന്ന ഭഗവതി അറിയണം. എന്നാലേ നമ്മൾ കണ്ടില്ലേ എന്താ പറയാ നവരത്ന മഞ്ജരിയില് ഇല്ലാതെ മായയിടും ഉല്ലാസം. മായ ഇല്ലാത്തതാണ് മായ. പക്ഷെ മായ എന്ത് ചെയ്യണു? നമുക്കൊരു മറയിട്ട് വെച്ചിരിക്കുകയാണ്. അതുപോലെ ഇന്ദ്രൻ എന്താ പറയാ യോഗമായ ഇന്ദ്രനില് ആ സത്യത്തെ മറച്ചു കളഞ്ഞു. അപ്പോ അസത്യത്തെ വിശ്വസിച്ചിരിക്കാൻ നമ്മൾ കാരണമാകുന്നത് ഇതുകൊണ്ടാണ്. നമുക്കും യോഗമായ മറച്ചിരിക്കുകയാണ്. നമ്മൾ ആ മായയെ മാറ്റി മായയ്ക്ക് ശരണാഗതി ചെയ്തിട്ടാണ് നമ്മൾ യഥാർത്ഥ സ്വരൂപത്തെ അറിയുന്നത്. അപ്പൊ അതുപോലെ ഇന്ദ്രൻ എന്ത് ചെയ്തു? ആശ്ചര്യം. അപ്പൊ ഇന്ദ്രൻ അറിയില്ല ആരാ വരുന്ന. ഒരു സ്ത്രീ, ഒരു പെൺകുട്ടിയും കൂടെ വേറൊരു പെൺകുട്ടിയും കൂടെ രണ്ടുപേര് പാണ്ഡ്യദേശത്തു നിന്ന് വരുന്നു. ആരാണ്? ഇന്ദ്രൻ ആശ്ചര്യത്തോടെ വിചാരിച്ചു, പാണ്ഡ്യ വംശത്തിൽ പിറന്ന ഒരു സാധാരണ പെൺകുട്ടി എന്താ ഇന്ദ്രലോകത്ത് വരുന്നത്? ഇന്ദ്രലോകത്ത് വരുമോ? യുദ്ധം ചെയ്യുമോ? അത് ഒരു നിമിഷം ചിന്തിച്ചു. പക്ഷെ ദേവിയുടെ ചിത്ശക്തി ചിദഗ്നി കുണ്ടത്തിൽ നിന്ന് ആവിർഭൂതയായിട്ട് വരുന്ന ആ ഒരു കാണാനോ എന്താ പറയാ ദേവി മധുരയില് എത്തിയപ്പോഴത്തേക്ക് അവിടെ കണ്ടതാണ് 3 വയസ്സുള്ള പാണ്ഡ്യ ബാല വരുന്നതെല്ലാം. പക്ഷെ ആ പരാശക്തിയാണെന്ന് എന്താ പറയാ ദേവിയുടെ തന്നെ യോഗമായ കൊണ്ട് ഇന്ദ്രൻ മറന്നുപോയി. അപ്പൊ ഇല്ലെങ്കിൽ അന്ന് കണ്ടതല്ലേ, എല്ലാവരും വന്നതല്ലേ ആ ചിദഗ്നി കുണ്ടത്തിൽ നിന്ന് ദേവി വന്നത്. പക്ഷെ അത് എന്ത് ചെയ്തു? അത് ശരണാഗതി ചെയ്യണം അമ്മയ്ക്ക്. അപ്പോ അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ദേവിക്ക് എങ്ങനെ ചെയ്യേണ്ടത്? ശരണാഗത ദീനാർത്ഥ പരിത്രാണ പരായണേ സർവസ്യാർത്ഥി ഹരേ ദേവി നാരായണീ നമോസ്തുതേ എന്ന് ജപിച്ച് ശരണാഗതി ചെയ്ത് ഇന്ദ്രൻ ഇത് അറിഞ്ഞിരുന്നെങ്കിൽ എന്ത് ചെയ്തനെ? ഒട്ടും താമസിക്കില്ല, ഓടിച്ചെന്ന് അമ്മയുടെ പാദപത്മങ്ങളില് നമസ്കരിച്ചനെ. പക്ഷെ ഇന്ദ്രന് തന്റെ സ്വരൂപം മറന്നുപോയി. തന്റെ സ്വരൂപം ആരാണ്? അമ്മയാണ്, പരാശക്തിയാണ്. അപ്പൊ വന്നിരിക്കുന്നത് ദേവിയാണെന്ന് മറന്നുപോയി. ശരണാഗതി ചെയ്യാതെ ചിന്തിക്കാണ് ഇതാരാണ്? ഈ സ്ത്രീ എന്റെ ഇന്ദ്രലോകത്ത് വന്നതെന്ന്. അങ്ങനെ അഹങ്കാരത്തോടുകൂടി ദേവിയുടെ അടുത്ത് ചെന്നാൽ എന്ത് ചെയ്തു? ദേവി അഹങ്കാരം ശമിപ്പിച്ചേ വിടുകയുള്ളൂ. പക്ഷെ ഇന്ദ്രൻ അങ്ങനെ ചെയ്തില്ല. ഭൂമിയിലാണെങ്കിൽ ശരണാഗതി ചെയ്താൽ ഒരു പ്രശ്നമില്ല, മീനാക്ഷി അനുഗ്രഹിച്ചു വിടും. പക്ഷെ എതിർത്ത ഓരോരുത്തരെയും ദേവി എന്ത് ചെയ്യണു? പാഠം പഠിപ്പിച്ച് നമ്മൾ കണ്ടു. ഓരോ അസുരന്മാരും എതിർക്കാൻ വന്നവരെ പാഠം പഠിപ്പിക്കും. ശരണാഗതി ചെയ്യുന്നവരെ ഒന്നും ചെയ്യില്ല. അവർക്ക് അവരുടെ യഥാർത്ഥ സ്വരൂപത്തെ കാണിച്ച് തന്നിൽ ലയിപ്പിക്കും ദേവി. അത്രയ്ക്കും കരുണയാണ്. അപ്പൊ ഇന്ദ്രൻ വിചാരിച്ചു ഭൂമിയിൽ ഒരു സാധാരണ പെൺകുട്ടി ഇന്ദ്രലോകം കീഴ്പ്പെടുത്തുവാൻ വന്നിരിക്കുകയാണ്. ആ ഒരു അഹംഭാവത്തോടു കൂടി വന്നിരിക്കുകയാണ്. അപ്പോ ആരാണ് ഈ ധൈര്യം കൊടുത്തത് ഈ കുട്ടിക്ക് ഇവിടെ വരാൻ? ഇന്ദ്രലോകത്ത് നമുക്കറിയാം സാധാരണ ആൾക്കാരൊന്നും പോവില്ല. ഇവിടെ ഏത് അസുരന്മാരും ശക്തി കിട്ടിയാൽ ആദ്യം പോകുന്നത് ഇന്ദ്രലോകത്ത്. കാരണം ഇന്ദ്രനെ കീഴടക്കണം. ഇന്ദ്രനെ കീഴടക്കിയാലേ സ്വർഗം തന്റെ അധീനതയിൽ വരുള്ളൂ. എല്ലാവർക്കും എന്താണ്? സുഖം വേണം. സ്വർഗത്തിലാണ് സുഖം. നമുക്കവിടെ യാതൊരു വിധത്തിലുള്ള ഒരു അല്ലലുമില്ല. വളരെ ഗന്ധർവന്മാര് പാട്ടുപാടുന്നു, നല്ല ഭക്ഷണം കിട്ടുന്നു, കൽപ്പവൃക്ഷം കാമധേനു ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല. അപ്പൊ സ്വർഗ സുഖങ്ങളാണ് മനുഷ്യന്റെ ലക്ഷ്യം, അസുരന്റെ ലക്ഷ്യമില്ലേ? സ്വർഗവും നഷ്ടപ്പെട്ടു പോകുന്നതാണ്. പരാശക്തിയുടെ ആ ഒരു ചിന്താമണി ഗൃഹത്തില് മണിദ്വീപത്തിൽ മാത്രമേ എന്നും നിലനിൽക്കുന്ന ശാന്തിയും സമാധാനവും സന്തോഷവും ഉള്ളൂ. അപ്പൊ ഇന്ദ്രന്റെ പദവിയും കാലക്രമേണ അത് ഇല്ലാതായി പോകും. അപ്പൊ ഇന്ദ്രൻ എന്താണ് വിചാരിച്ചത്? ആരോ ഈ കുട്ടിയെ പറഞ്ഞ് ഇളക്കിയിട്ട് ഈ പറഞ്ഞ മധുരയിൽ നിന്ന് ഇങ്ങോട്ട് അയച്ചിരിക്കുകയാണ്, ഇന്ദ്ര പദവി കൈക്കലാക്കാനായിരിക്കും വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്, ഓ പെണ്ണെ നീ ആരുടെ മുന്നിലാണ് നിൽക്കുന്നതെന്നറിയാം. ഇന്ദ്രൻ നേരിട്ട് വരികയാണ് ആരെ? ദേവിയെ കാണാനായിട്ട്. അപ്പോ അത്ര കട്ടിയാണ് മായ. ചിന്തിച്ചു നോക്കൂ, ഇന്ദ്രന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത അത്രയും എന്താ പറയാ മായയ്ക്ക് അത്രയും എന്താ പറയാ കട്ടിയുണ്ട്. അപ്പൊ മനുഷ്യരായ നമുക്ക് ഒന്നും അറിയാൻ പറ്റില്ല. ഇന്ദ്രന് പോലും ആ മായ കൊണ്ട് അറിയാൻ പറ്റാത്ത ദേവിയുടെ മുന്നിൽ വന്നിട്ട് ചോദിക്കുകയാണ്, ഓ പെണ്ണെ നീ ആരുടെ മുന്നിലാണ് നിൽക്കുന്നതെന്ന് അറിയാമോ? ഞാനാണ് ഇന്ദ്രൻ. നിനക്ക് ഈ ലോകം ഏതാണെന്ന് അറിയാമോ? നിനക്ക് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ദേവിയുടെ മുമ്പിൽ നോക്കൂ,
ഇന്ദ്ര പദവി കൊടുത്തത് ഭഗവതി. ആ ഒരു ഇന്ദ്രൻ എന്നുള്ള എന്താ പറയാ തന്റെ ഉള്ളിലിരിക്കുന്ന ആത്മശക്തി ആദ്യ ഗുരുരൂപിണിയായിട്ട് കേനോപനിഷത്തിൽ ഉമാ ഹൈമവതിയായിട്ട് വന്ന് ഗുരുതത്വം പറഞ്ഞു കൊടുത്തത് ദേവി. ഇതെല്ലാം മറന്നിട്ട് ഇന്ദ്രൻ ചോദ്യം ഇത് തന്നെയാണ് നമ്മൾ ജന്മങ്ങളിലൂടെ എല്ലാം നമ്മുടെ ആ സ്വബോധം, നമ്മുടെ യഥാർത്ഥ ആ ഒരു ആത്മശക്തിയെ നമ്മൾ മറന്നു പോകും. അതുകൊണ്ടാണ് അഹങ്കാരത്തെ സംസാരിക്കുന്നത്. ആ ഒന്നുമില്ലെങ്കിൽ ഇന്ദ്രന്റെ ലോകത്തെത്താൻ ഒരു പെണ്ണിന് കഴിയുമോ, ഒരു സ്ത്രീക്ക് പറ്റുമോ എന്നെങ്കിലും ചിന്തിച്ചില്ല. എന്നിട്ട് എന്താ പറയാ ആ ഒരു അഹംഭാവത്തോടു കൂടി ദേവിയുടെ മുമ്പില് എന്ത് ചെയ്തു, നിന്നെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് തന്റെ വജ്രായുധം ദേവിയുടെ നേർക്ക് പ്രയോഗിക്കുകയാണ്. മീനാക്ഷി ചിരിച്ചുകൊണ്ട് എന്ത് ചെയ്തു, തന്റെ അഭയഹസ്തം ഒന്ന് ഉയർത്തി. അഭയം വരദമുണ്ട് ദേവിയുടെ രണ്ട് കൈകൾ. അഭയം എന്ന് പറഞ്ഞാൽ ഭയപ്പെടേണ്ട, ആ ഭയം, നീ ഭയപ്പെടേണ്ട, ഞാനുണ്ട്. ഈ ഇന്ദ്രനാണ് ശരിക്കും ഭയപ്പെട്ടിട്ട് വജ്രായുധം അയച്ചത്. ദേവി എന്ത് കാണിച്ചു, നീ ഭയപ്പെടണ്ട, നീ എന്നെ ഭയപ്പെടണ്ട, ഞാൻ ആരാണെന്ന് നിനക്ക് കാണിച്ചു തരാം, നിനക്ക് ഞാൻ ശരണാഗതി തരാമെന്ന് പറഞ്ഞ് ദേവിയുടെ അഭയഹസ്തം ചിരിച്ചുകൊണ്ട് ദേവി മീനാക്ഷി ഉയർത്തി. പുഷ്പബാണം ഇരുന്ന കൈ, കയ്യിലെന്താ, ഒരു കയ്യിൽ വലത് കയ്യിൽ കോദണ്ഡവും ആ ഒരു കരിമ്പ് വില്ലും, ഇടത് കയ്യില് എന്താ പറയാ ആ ഒരു ബാണവും ഇരിക്കണം. ആ ബാണം ഉള്ള കൈ ഇപ്പുറത്തോട്ട് മാറ്റിയിട്ട് ആ കൈ ഇങ്ങനെ കാണിച്ചു, നീ പേടിക്കണ്ട, അഭയഹസ്തം കാണിച്ചു. അപ്പൊ പുഷ്പബാണം ഇരുന്ന കൈയാണ്. എന്താ പറയാ വജ്രായുധം മാത്രമല്ല, ഇന്ദ്രനും ഇന്ദ്രലോകവും സ്തംഭിച്ചു പോയി. വജ്രായുധം ദേവിയുടെ കൈയുടെ അടുത്ത് പോയിട്ട് 7 അയലത്ത് വരാതെ അതിങ്ങനെ എന്താ സ്തംഭനാവസ്ഥയില്. നമുക്കറിയാം ഈ പഞ്ചബാണങ്ങൾ എന്തൊക്കെയാ ചെയ്യണത്, വശ്യം, മോഹനം, സ്തംഭനം, മാരണം. ഈ ഓരോ കാമദേവന്റെ 5 അമ്പുകൾക്കും 5 എന്താ പറയാ രീതികളാണുള്ളത്. സ്തംഭിപ്പിക്കും, ഭ്രമിപ്പിക്കും, മോഹിപ്പിക്കും. ഈ പ്രപഞ്ചത്തിലെ മനുഷ്യനെ പിടിച്ചു നിർത്താൻ പറ്റുന്ന ആഗ്രഹങ്ങൾ ഉണ്ടാക്കുന്ന 5 അമ്പുകളാണിത്. ഈ വജ്രായുധം ദേവിയുടെ കയ്യിലോട്ട് വന്ന് കൈയുടെ അടുത്ത് എത്തുന്നതിനല്ല 7 അയലത്ത് എത്രയോ കാതം ദൂരെ വന്നിട്ട് അത് മുമ്പോട്ട് വരാതെ, എങ്ങനെയാണോ ഒരു എന്താ പറയാ നമ്മൾ പെട്ടെന്ന് ഒരാളിനെ കണ്ട് സ്തംഭിച്ച് നിൽക്കില്ലേ, അതുപോലെ ഈ വജ്രായുധം അവിടെ നിന്നുപോയി. അവിടെ എന്താ ആ ഇന്ദ്രലോകത്തിരിക്കുന്നത് എല്ലാവരും തന്നെ ജീവശക്തി നഷ്ടപ്പെട്ടതായിട്ട് പ്രതിമകളെ പോലെ അവിടെ നിൽക്കുകയാണ്. ആ ഒരു ഇന്ദ്രലോകം തന്നെ സ്തംഭിച്ചു, ആർക്കും അനങ്ങാൻ കഴിയണില്ല. എന്താണ് ആദിശക്തി, അതായത് ആദിശക്തിയായിട്ടുള്ള പരാശക്തി ആ ദേവി കൈ കാണിച്ചപ്പോ ഇവരുടെ ഉള്ളിലിരിക്കുന്ന ശക്തിയെല്ലാം എവിടെ പോയി, പരാശക്തിയിൽ ലയിച്ചു. ഇവര് പ്രതിമകൾ പോലെ, ബിംബങ്ങൾ പോലെ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഈ ദേവിയാണ് ശക്തി കൊടുക്കുന്നതെന്ന് അവർക്ക് അറിയില്ല. അവരങ്ങനെ നിന്നു. ദേവി നിർത്തിയ പിന്നെ എന്താ, അനങ്ങാൻ കൂടെ പറ്റില്ല. കാരണം എല്ലാവരും അങ്ങനെ നിൽക്കുക എന്ന് അമ്മ എന്ന് കാണിച്ചു. ജീവശക്തി നഷ്ടപ്പെട്ട എല്ലാവരും തന്നെ പ്രതിമകളെ പോലെ ചെയ്തു. അപ്പൊ മീനാക്ഷി എന്ന പരാശക്തി എന്ത് ചെയ്തു, ഇന്ദ്രന് വജ്രായുധം, അതായത് ഈ ഇന്ദ്രന് വജ്രായുധം കൊടുത്തത് നമുക്കറിയാം. വജ്രേശി എന്ന് പറയും ഒരു ദേവതാ സ്വരൂപമാണ്. ശ്രീചക്രത്തിൽ നമ്മൾ പോകുമ്പോൾ ശ്രീചക്രത്തിന്റെ 24 ഫോർട്ടില് ആ ഒരു എന്താ മനസ്സിന്റെ തലമുണ്ട്. മനസ്സ്, ബുദ്ധി, അഹങ്കാരം. അവിടെ ചഞ്ചല നദി, അതിനു മുമ്പേ ഒരു വജ്ര നദിയുണ്ട്. ആ ഒരു പുഷ്പങ്ങൾ കൊണ്ടുള്ള 7 ഫോർട്ട്, അത് കഴിഞ്ഞ് എന്താ പറയാ നവരത്നങ്ങളുള്ള 7 ഫോർട്ടില് വജ്രം കൊണ്ടുള്ള ഒരു ഫോർട്ട് ഉണ്ട്. അവിടെ ഇരിക്കുന്ന ദേവിയാണ് വജ്രേശ്വരി. വജ്രേശ്വരിയാണ് ആർക്ക് എന്താ പറയാ ഈ പറഞ്ഞ വജ്രായുധം ആർക്ക് കൊടുത്തത്, ഇന്ദ്രന് കൊടുത്തത്. അപ്പോ ആ വജ്രേശ്വരി ആയിരിക്കുന്ന ആ ദേവിയുടെ ശക്തിയായിട്ടിരിക്കുന്ന വജ്രേശ്വരി കൊടുത്ത ആയുധമാണ് ആർക്കെതിരെ പ്രയോഗിച്ചത്, മീനാക്ഷിക്കെതിരെ പ്രയോഗിച്ചത്. ഞാൻ തന്ന ആയുധം എനിക്കെതിരെ പ്രയോഗിക്കുന്നു എന്നുള്ള നോട്ട്. അതാണ് ദേവി ചിരിച്ചതിന് കാരണം. ദേവി ഒന്ന് ചിരിച്ചു. ഉടനെ തന്നെ ബൃഹസ്പതി ദേവഗുരു ഉണ്ട് അവിടെ. അദ്ദേഹത്തിന് മാത്രം ഒരു കുഴപ്പവും പറ്റിയില്ല. കാരണം അദ്ദേഹത്തിന് തന്റെ 3ാം തൃക്കണ്ണു, തന്റെ ഉള്ളിലെ ജ്ഞാന കണ്ണുകൊണ്ട് എല്ലാം മനസ്സിലായി. ഇന്ദ്രനോട് പറഞ്ഞു, അല്ലയോ ഇന്ദ്ര, നീ സൂക്ഷ്മമായിട്ട് നോക്ക് ആരാണ് വന്നിരിക്കണമെന്ന്. നീ എന്താണ്, നീ ആരെ അറിയാത്തതുപോലെ നീ എന്താ പെരുമാറുന്നത്, നിനക്ക് ഇങ്ങനെ ഒരുപാട് അബദ്ധങ്ങൾ പറ്റാറുണ്ട്. നീ നിന്റെ ഉള്ളിലോട്ട് നോക്ക്, നിന്റെ സൂക്ഷ്മ ശരീരത്തിലോട്ട്, നിന്റെ അകത്തോട്ട് നോക്കി. പുറത്ത് വന്നിരിക്കുന്നത് ആരാണ്, ആദി ഗുരുരൂപിണിയായിരിക്കുന്ന ഉമാ ഹൈമവതിയല്ലേ വന്നിരിക്കുന്ന, നോക്കൂ എന്ന് പറഞ്ഞ് നിനക്ക് ബ്രഹ്മ ഉപദേശം തന്നത് ആരോ, ആ ഭഗവതി, ആ ഒരു ശക്തി കണങ്ങളായിട്ടിരിക്കുന്ന പ്രപഞ്ചത്തിൽ നമ്മുടെ ഓരോരുത്തരിലും വ്യാപിച്ചിരിക്കുന്ന ആദി മഹാശക്തിയാണ്. ചണ്ഡികയായിട്ടും രാജരാജേശ്വരിയായിട്ടും ത്രിപുരസുന്ദരിയുമായിട്ടുള്ള ദേവി സാധാരണ ഒരു സ്ത്രീയുടെ പാണ്ഡ്യ ബാലയായിട്ട്, മലയധ്വജ പാണ്ഡ്യന്റെ മകളായിട്ടിരിക്കുന്ന ബാലാസ്വരൂപത്തിൽ വന്നിരിക്കുന്നത് സൂക്ഷിച്ചു നോക്കൂ എന്ന് പറഞ്ഞതും, യുദ്ധവേഷത്തിൽ വന്നിരിക്കുന്ന ഗുരുരൂപിണിയായിട്ടുള്ള ദേവിക്ക് എന്താ പറയാ നീ കാണൂ എന്ന് പറഞ്ഞ് തീർന്നതും ഒരു വെള്ളിടി വെട്ടിയ പോലെ ഇന്ദ്രന്റെ ഉള്ളില് ആ എന്താ മായ മാഞ്ഞുപോയി. ആ ദേവി ഉണ്ടാക്കിയ
മായാ തത്വം, ആ ഒരു മായയാകുന്ന തിരിശീല പെട്ടെന്ന് ഇന്ദ്രന്റെ ഉള്ളിൽ മാറി. അയ്യോ അമ്മ പരാശക്തി എന്ന് വിളിച്ച് എന്ത് ചെയ്തു? ആ സ്തംഭനാവസ്ഥയിൽ നിന്ന് ഇന്ദ്രൻ ഉണരുകയും ഓടിച്ചെന്ന് എന്താ പറയാ, ദേവിയുടെ പാദപത്മങ്ങളിൽ ശരണാഗതി ചെയ്ത് ആ ഒരു ദേവി പരാശക്തി അമ്മ എനിക്ക് മനസ്സിലായില്ല, പർവ്വത രാജകുമാരി പാർവതി മീനാക്ഷി എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇന്ദ്രന്റെ മനസ്സുകൊണ്ട് പശ്ചാത്താപ വിവശനായി എന്റെ രാജ്യത്ത് വന്നിട്ട് അമ്മേ അർഘ്യപാദാദികൾ കൊണ്ട് പൂജിക്കാത്ത ഞാൻ എന്തൊരു വിഡ്ഢിയാണ് അമ്മ, എനിക്ക് എന്തിനിങ്ങനെ ഒരു മറ തന്നു, എന്തിനെന്നെ മോഹിപ്പിച്ചു ഭ്രമിപ്പിച്ചു, എനിക്ക് അറിയാതെ പോയല്ലോ എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? ഈ ഇന്ദ്ര പദവി തന്ന അമ്മയുടെ പാദപത്മങ്ങളിൽ ഞാനിത് എല്ലാം സമർപ്പിക്കണു, എന്റെ പാപങ്ങളെ ക്ഷമിക്കൂ അമ്മ എന്ന് പറഞ്ഞ് പൊട്ടി പൊട്ടി കരഞ്ഞ് ദേവിയുടെ പാദപത്മങ്ങളെ എന്താ പറയാ കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ്. ദേവി എന്ത് ചെയ്തു? അല്ലയോ ഇന്ദ്ര, സാരമില്ല, ഞാൻ തന്നെ നിന്നെ ഒരു മോഹിപ്പിച്ചാണ്. കാരണം ഇന്ദ്രൻ എന്ന് പറയുന്നത് മനസ്സാണ്, മനസ്സ് ഭ്രമിക്കാൻ പാടില്ല. എന്നെ ഏത് അവസ്ഥയിലും നിനക്കെന്നെ തിരിച്ചറിയാൻ പറ്റണം. നിനക്ക് അന്ന് യക്ഷന്റെ രൂപത്തില് ആ ഒരു ഉമാ ഹൈമവതിയായിട്ട് വന്ന് നിനക്ക് ഞാൻ ഗുരു രൂപിണിയായിട്ട് നിനക്ക് തന്നതെല്ലാം നീ മറന്നില്ലേ? എന്റെ പ്രഭാവത്തെ കടത്തി വെട്ടി നീ നിന്റെ ആത്മസ്വരൂപത്തെ തിരിച്ചറിയണം, അവിടെയാണ് അനുഗ്രഹം കിട്ടുന്നത്. സാരമില്ല, നീ ഇപ്പൊ തിരിച്ചറിഞ്ഞല്ലോ. ദേവി ഉടനെ തന്റെ അഭയഹസ്തം എന്ത് ചെയ്തു? എല്ലാവരുടെയും സ്തംഭനാവസ്ഥയെ മാറ്റിയിട്ട് എന്ത് ചെയ്തു? എല്ലാവർക്കും പൂർവാധികം ശക്തി കൊടുത്തു. ദേവി അതാണ്, ദേവിയോട്ട് നേരിട്ട് ചെല്ലുന്നവർക്കെല്ലാം തന്നെ ആ യഥാർത്ഥ ശക്തി മാത്രമല്ല, അതിന്റെ 1000 ഇരട്ടി ശക്തി ദേവി കൊടുക്കും. ഇപ്പൊ മധുര മഹാരാജ്ഞിയായിരിക്കുന്ന മീനാക്ഷിക്ക് നമസ്കാരം എന്ന് പറഞ്ഞ് എല്ലാ ദേവതകളും ഇന്ദ്രലോകത്തിലിരിക്കുന്ന ഇന്ദ്രാണി ഉൾപ്പെടെ സകല ദേവതകളും നമസ്കരിച്ച് എന്ത് ചെയ്തു? ദേവിയുടെ അനുഗ്രഹം വാങ്ങിച്ചു. എല്ലാവരും പൂർവാധികം ശക്തിയായിട്ട് അഷ്ടദിക്പാലകരെല്ലാം തന്നെ നമുക്കറിയാം, ഇന്ദ്രൻ, അഗ്നി, യമൻ, വരുണൻ, നിര്യതി, വായു, ഈശാനൻ, കുബേരൻ എല്ലാവരും തന്നെ പൂർവാധികം ശക്തിയോടുകൂടി അവരുടെ കർമ്മങ്ങൾ അഷ്ടദിക്പാലകരുടെ എന്താ പറയാ വരുണലോകത്ത് നിന്ന് വരുണൻ ഉണ്ടായിരുന്നു, വായു ലോകത്ത് നിന്ന് വായു ഉണ്ടായിരുന്നു, ഇന്ദ്രൻ, അഗ്നി, യമൻ എല്ലാവരും തന്നെ കുബേരൻ തന്റെ പദവികളിൽ കാരണമായിരിക്കുന്ന ദേവിയോട് സാഷ്ടാംഗം നമസ്കരിച്ച് അനുഗ്രഹം വാങ്ങി പ്രപഞ്ചത്തിൽ തന്നെ മഹാരാജ്ഞിയായിരിക്കുന്ന ദേവിയെ സന്തോഷത്തോടെ എല്ലാ മക്കളുടെയും കാരുണ്യത്തോടു കൂടി എന്താ അമ്മമാര് വീട്ടിൽ വന്ന് കാണുമ്പോൾ നമുക്കറിയില്ലേ, നമ്മളെ സാധാരണഗതിയിൽ നമ്മുടെ മക്കളെ കല്യാണം കഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ നമ്മളെ കാണാൻ വന്നെന്നിരിക്കില്ല. അപ്പൊ അമ്മമാരെന്ത് ചെയ്യും? അച്ഛന്മാര് അമ്മമാര് നമുക്ക് കാണാൻ ആഗ്രഹം തോന്നുമ്പോൾ അങ്ങോട്ട് പോയി കാണും. കാരണം അവര് ഭയങ്കര ജോലി തിരക്കും, അവര് വളർന്നു വലുതായി, അവരുടെ ഉള്ളിൽ പാശം കുറയും. പക്ഷെ മാതാപിതാക്കളുടെ ഉള്ളിൽ പാശം എന്ത് ചെയ്യും? എപ്പോഴും അതുപോലെ തന്നെ ഇരിക്കും. അപ്പോ ഇടയ്ക്ക് പറയും അവരെങ്ങനെയാണ് ജീവിക്കുന്നത്, അവർക്ക് സുഖമാണോ, അവർക്ക് ഐശ്വര്യമുണ്ടോ, എന്തെങ്കിലും കുറവുകളുണ്ടോ എന്നൊക്കെ കാണാൻ അമ്മമാരെന്ത് ചെയ്യും? ഒരു വിസിറ്റ് ചെയ്യും. കുറച്ച് ദിവസം പോയി അവരുടെ കൂടെ നിന്ന് തിരിച്ച് നമ്മുടെ സ്വന്തം വീട്ടിൽ വന്നാലേ ഉറങ്ങുള്ളൂ, അത് വേറെ കാര്യം. പക്ഷെ അവരുടെ സുഖദുഃഖങ്ങൾ അന്വേഷിക്കാൻ നമ്മൾ പോകും, ഇല്ലേ? അതുപോലെ ദേവി മീനാക്ഷി പരാശക്തിയായിരിക്കുന്ന രാജരാജേശ്വരി തന്റെ മക്കളായിരിക്കുന്ന ഇന്ദ്രൻ, വരുണൻ, വായു ഓരോരുത്തരുടെ വീട്ടിലും വിസിറ്റ് ചെയ്യാണ്. അപ്പൊ അമ്മ വരുമ്പോ എങ്ങനെയാണോ മക്കള് സന്തോഷമായിട്ട് അമ്മയെ സ്വീകരിക്കുന്നത്, അതുപോലെ കാരുണ്യത്തോടുകൂടി ദേവി തന്റെ മക്കളെ കാണുന്ന പോലെ അവരെ കണ്ട് അവരുടെ സ്വീകരണങ്ങള് എല്ലാവരും അവരവരുടെ ശക്തികൾ ദേവിയുടെ പാദപത്മങ്ങളിൽ വെക്കുകയാണ്. അപ്പോ തന്റെ ആ മക്കളുടെ ഗൃഹത്തിൽ ചെന്ന് അവരെ അനുഗ്രഹിക്കുകയാണ്. എല്ലാവരും ചെന്ന് കണ്ട് ദേവിക്ക് ഒരു ആഗ്രഹം, അമ്മയായിട്ടിരിക്കുന്ന അമ്മയ്ക്ക് മക്കളൊക്കെ എങ്ങനെയുണ്ടോ എന്ന് തോന്നാൻ. അങ്ങനെ എല്ലായിടത്തും, ഭൂമിയിൽ എല്ലായിടത്തും പോയി. അത് കഴിഞ്ഞ് എന്താ പറയാ ദിവ്യ ലോകങ്ങളില് ഇന്ദ്രൻ, അരുണൻ എല്ലാവരുടെ വീട്ടിലും, അഷ്ടദിക്പാലകരുടെ വീട്ടിലും എല്ലാ ഗൃഹങ്ങളിലും ചെന്നിട്ട് ആദിപരാശക്തി എന്ത് ചെയ്തു? പതിയെ എന്ത് ചെയ്തു? ഇനി എവിടേക്കാണ് പോവേണ്ടത് എന്ന് നോക്കി. എന്തായത് ഞാൻ ഉണ്ടാക്കിയ മക്കളെല്ലാം തന്നെ എന്താ എന്നെ കാണാൻ പറ്റിയില്ല, പക്ഷെ എനിക്ക് ഈ പറഞ്ഞ ബ്രഹ്മാവും രുദ്രനും വിഷ്ണുവും ദേവിയുടെ മക്കളാണ്, ഇല്ലേ? അപ്പോ ഇവരൊക്കെ എല്ലാരും സന്തോഷമായിട്ടിരിക്കണ്ടേ? ശ്രീവിദ്യാ ഉപാസന എന്ന് പറയുന്നത് തന്നെ ശരിക്കും പറഞ്ഞ ഒരു സമുദ്രം മാതിരിയാണ്. എല്ലാവർക്കും ദേവിയുടെ ചില രൂപങ്ങളിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കാരണം ഈ പറഞ്ഞ ലളിതാ ത്രിപുര സുന്ദരി എന്ന് പറയുന്ന ഒരു എന്താ പറയാ മൂലപ്രകൃതിയാണ്. വളരെ ബുദ്ധിമുട്ടാണ്. 15 അക്ഷരങ്ങൾ എന്ന് പറഞ്ഞ പ്രപഞ്ചത്തിന്റെ 3 കൂടങ്ങളാണ്. 3 കൂടം എന്ന് പറഞ്ഞാൽ എന്തിനെ ബന്ധിപ്പിച്ച് നിർത്തുന്നു അതിനെയാണ് കൂടങ്ങൾ. അവിടെ വെച്ച് കൂടത്തിൽ വെച്ചിട്ടാണ് അടിച്ചടിച്ചടിച്ച് ഈ പറഞ്ഞ എന്താ ഒരു ഇരുമ്പ് പഴിപ്പിച്ച്. കൂടം എന്ന് പറയുന്നത് നമുക്ക് മാറ്റങ്ങൾ വരുത്തുന്ന സ്ഥലം. അഗ്നിയിലൂടെ നമ്മൾ മാറ്റങ്ങൾ. അതുപോലെ ഈ പറഞ്ഞ കൂടത്രയ സ്വരൂപിണിയായിരിക്കുന്ന ദേവിയെ പെട്ടെന്ന് എന്താ പറയാ ഉൾക്കൊള്ളാൻ സാധാരണ മനുഷ്യർക്ക്, ഈവൻ ദേവന്മാർക്ക് പറ്റുന്നില്ല.
ഇല്ലേ? അപ്പോ എന്താ പറയാ, ശിവൻ പറയണോ, അല്ലയോ ദേവി, എനിക്ക് പോലും പറ്റുന്നില്ല നിന്റെ യഥാർത്ഥമായിട്ട്, അതായത് നിത്യ ശുദ്ധ മുക്ത സ്വരൂപമായിട്ടുള്ള നിന്റെ അടുത്ത് ഈ പറഞ്ഞ ഈ ദേവന്മാരോ മനുഷ്യർക്കോ ഒന്നും നിന്റെ യഥാർത്ഥ സ്വരൂപത്തെ അറിയാൻ പറ്റില്ല, എനിക്ക് പോലും, ശിവന് പോലും അറിയാൻ പറ്റില്ലെന്നാ പറയണത്. അടുത്ത് വരാൻ പോലും പറ്റില്ല, വളരെ ബുദ്ധിമുട്ടാണ്. കാരണം പല രൂപങ്ങളെടുത്ത് ദേവി അവരെ കാണാൻ ഇങ്ങോട്ട് വരാറുണ്ട്, അല്ലാതെ നമുക്ക് അവിടെ പോവാൻ ഒരുപാട് ശുദ്ധതയുടെ ആവശ്യമുണ്ട്. മണിദ്വീപത്തിലെ സാധാരണ മനുഷ്യർക്ക് പ്രവേശനമില്ല, ദേവന്മാർക്ക് പോലും പ്രവേശനമില്ല, ഇന്ദ്രാദികൾക്ക് പ്രവേശനമില്ല, ത്രിമൂർത്തികൾക്കില്ല. അത് എന്താ, നിരോധനാജ്ഞ. നിരോധം എന്ന് പറഞ്ഞ് നമ്മുടെ അർദ്ധചന്ദ്രൻ രോധിനി, അവിടെ ഒരു നിരോധമുണ്ട്. കാരണം അവിടെ ആഗ്രഹങ്ങളുള്ളവർക്കൊന്നും അത് കടന്നു പോകാൻ പറ്റില്ല, അവരെല്ലാം തിരിച്ച് ആഗ്രഹ പൂർത്തീകരണത്തിനായിട്ട് ഭൂമിയിൽ വരേണ്ടതുണ്ട്. അപ്പൊ അമ്മ എന്ത് ചെയ്യും, ഇടയ്ക്ക് അവതാരം എടുത്ത് അമ്മ എന്ത് ചെയ്യും, നമ്മളെ കാണാനായിട്ട് ഇങ്ങോട്ട് ഭൂമിയിൽ വരും. അതിനാണ് ദേവിയുടെ അവതാരങ്ങൾ. മീനാക്ഷിയായിട്ടും കാമാക്ഷിയായിട്ടും എന്താ പറയാ വിശാലാക്ഷിയായിട്ടും എല്ലാം ദേവി വന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് എന്താ, അത്രയും കരുണ സാഗരമാണ് അമ്മ. അതുകൊണ്ടാണ് മാതൃത്വം. അതുകൊണ്ടാണ് എല്ലാ നാമങ്ങൾക്കും മീതെ നമ്മൾ അമ്മയെ എന്ത് വിളിക്കുന്നത്, ശ്രീമാത്രേ നമഃ. മാത്രേ, അമ്മ, അമ്മ, അമ്മ എന്നുള്ള ഐംകാരം ഈംകാരം എല്ലാം തന്നെ ആ ദേവിയുടെ പേരിൽ ചേർന്നാണ്. കാരണം ശ്രീമാത്രേ നമഃ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഉള്ളിൽ മാതൃസ്വരൂപിണിയായിരിക്കണ, എല്ലാവരുടെയും അമ്മയായിട്ടിരിക്കണ, പ്രപഞ്ചരൂപിണിയായിട്ടിരിക്കണ, പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കളുടെയും അമ്മ, നമ്മുടെ ഓരോരുത്തരുടെയും അമ്മയായിട്ടിരിക്കണം. നമ്മൾ ഒരാളെ ശ്രീവിദ്യ ഉപാസകർ എങ്ങനെയാ വിഷ് ചെയ്യുന്നത്, ശ്രീമാത്രേ നമഃ. അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട നാമമാണ് ലളിതാ സഹസ്രനാമത്തിൽ ആദ്യ നാമമായിട്ട് വശിന്യാദി വാഗ്ദേവതകൾ എടുത്തിരിക്കുന്നത്. എന്ത്, ശ്രീമാത്രേ നമഃ. ആ അമ്മ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവിടെ വേറെ രണ്ടാമതൊരു ചോദ്യമില്ല. ഈ നാമമാണ് ഏറ്റവും ഉയർന്നത്, അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം. കാരണം അമ്മ എന്നുള്ള വിളി എന്താ പറയണ, എന്നുള്ളത് ആ ഒരു ഹ്രീങ്കാര മന്ത്രമായിട്ടാണ് ദേവി കേൾക്കുന്നത്. ആ ഒരു മാതൃത്വ മഹിമയാണ് ഈ കാണിക്കുന്നത്. അതുകൊണ്ട് ഇടയ്ക്ക് നമ്മളെ കാണാൻ വന്നതായിട്ട് വേണം കാണാൻ അമ്മയുടെ ഓരോ അവതാരവും. ഇപ്പൊ ദേവന്മാരും അഷ്ടദിക്പാലകരും എല്ലാം തന്നെ ദേവി എന്ത് ചെയ്തു, ആ ഒരു ദേവിയുടെ അവതാരങ്ങളെല്ലാം തന്നെ അമ്മയ്ക്ക് ചിലപ്പോൾ മക്കളെ കാണണം തോന്നി വന്നതായിട്ടാണ് നമ്മൾ കാണേണ്ടത്. ഇപ്പൊ ഉമാദേവി ഉമാസംഹിതയിൽ പറയാണ്, കുഞ്ഞ് വിശക്കുമ്പോൾ, നമുക്ക് ഒരു കൊച്ചു കുഞ്ഞിന് വിശക്കുമ്പോൾ, ഭയപ്പെടുമ്പോൾ, തനിച്ചൊരു മുറിയിൽ ഇരിക്കുമ്പോൾ എന്ത് ചെയ്യും, എന്താ വിളിക്കണത്, ഭയം വരുമ്പോൾ അമ്മ എന്ന് വിളിക്കും, ഇല്ലേ? കരയും, ഉറച്ചു കരയും. അപ്പൊ അമ്മ ആ വീട്ടിൽ എവിടെ ഉണ്ടെങ്കിലും, കുളിച്ചോണ്ട് നിൽക്കണമെങ്കിലോ ആഹാരം പാചകം ചെയ്തുകൊണ്ട് നിൽക്കണമെങ്കിലും എന്ത് പ്രവൃത്തിയിൽ ഏർപ്പെട്ടാലും കുഞ്ഞിന്റെ ശബ്ദം എന്താ, ഒരു വൈബ്രേഷൻ പോലെ അമ്മയുടെ ഉള്ളിൽ ചെല്ലും. അമ്മ അത് ഇട്ടിട്ട് ഓടി വന്നിട്ട് എന്ത് ചെയ്യും, അമ്മയെ ആ കുഞ്ഞിനെ വാരിയെടുക്കും, ഇല്ലേ? ഏത് ജോലിയിൽ ഏർപ്പെട്ട അമ്മയാണെങ്കിലും ഓടി വരുന്ന പോലെ ദേവി നമ്മളെ ഭൂമിയിലിരുന്ന് അമ്മ 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 എന്ന് എത്ര പേരാ കരയുന്നത് ക്ഷേത്രത്തിന്റെ മുമ്പിലും വീട്ടിലിരുന്ന്, അമ്മ വരൂ, അമ്മ രക്ഷിക്കൂ. അമ്മയ്ക്ക് അവസാനം സഹി കെട്ടിട്ട് അമ്മ പറയും, ഞാനൊരു വിസിറ്റ് പോയിട്ട് വരാന്ന് പറഞ്ഞിട്ട് ഇടയ്ക്ക് ദേവി അവതാരം എടുത്ത് ഭൂമിയിൽ വരികയാണ്. അങ്ങനെയാണ് എന്താ പറയാ, ഈ മീനാക്ഷി ആയിട്ടിരിക്കുന്ന പാർവതി ദേവി മീനാക്ഷിയായിട്ട് ഈ ഭൂമിയിൽ എത്തിയതെന്ന് എന്താ പറയാ, ഇതെല്ലാം ആ ഒരു മീനാക്ഷി വൈഭവത്തിൽ പറയുന്നതാണ്. ദേവി ദിഗ്വിജയം ചെയ്തത് എല്ലാം എന്തിനാ, ദേവന്മാരെ അനുഗ്രഹിക്കാനാണ്, അല്ലാതെ അവരെ തോപ്പിക്കാനോ അവരുടെ ഒന്നും പിടിച്ചടക്കാനോ അല്ല, അനുഗ്രഹത്തിന് വേണ്ടി ആണ് വന്നത്. നമ്മളെയും അനുഗ്രഹിക്കുന്ന ഈ ലോകം, ഭൂലോകത്തെയും അമ്മ അനുഗ്രഹിച്ചു. അങ്ങനെ ദേവി എന്ത് ചെയ്തു, ഓരോരുത്തരുടെ വീടുകളിൽ കയറി അഗ്നി ലോകത്തേക്ക് പോയി. അവിടെ നിന്ന് സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്ര മണ്ഡലം, ഗന്ധർവ മണ്ഡലങ്ങള്, യക്ഷലോകങ്ങള് എല്ലാം തന്നെ ദേവി എന്ത് ചെയ്തു, ഓരോടത്തും ചെന്നപ്പോൾ അവിടെ ഉള്ളവരെല്ലാം അമ്മാന്ന് വിളിച്ച് അനേക വർഷങ്ങളായിട്ട് തന്റെ അമ്മയെ പിരിഞ്ഞ മക്കളെ പോലെ അമ്മയെ നമസ്കരിച്ച് ആ ഒരു എന്താ പറയാ കോൾമയർ കൊണ്ട് അമ്മയുടെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങി. അവസാനം എന്താ, അഗ്നി ലോകത്ത് മാത്രം എന്ത് ചെയ്തു, അഗ്നി ലോകത്ത് ഒരു ചെറിയ പ്രത്യേകത ഉണ്ടായിരുന്നു ദേവിക്ക്. കാരണം അഗ്നി ലോകത്ത് ദേവി ചെന്നപ്പോ ദേവി എന്ത് ചെയ്തു, ദേവി അഗ്നിയെ നമസ്കരിച്ചു. കാരണം ദേവി അഗ്നിയെ വിളിക്കുകയാണ് അച്ഛ എന്ന് വിളിച്ചിട്ട് അങ്ങോട്ട് നമസ്കരിച്ചു. കാരണം മലയധ്വജ പാണ്ഡ്യന്റെ മകളാണ് ദേവി, അഗ്നിയാണ്. അഗ്നി അച്ഛന്റെ രൂപത്തില് തന്റെ സ്വന്തം കൈകളിൽ ദേവി 3 വയസ്സുള്ള പാല സ്വരൂപത്തിൽ ദേവിയെ വഹിച്ചു കൊണ്ടുവന്നിട്ടാണ് അഗ്നിയിൽ നിന്ന് പുറത്തു വരികയാണ്. അഗ്നിയിൽ നിന്ന് ആരാണോ ജന്മം കൊടുത്തത്, ജന്മം എവിടെ നിന്നാണെങ്കിലും അത് അച്ഛൻ അമ്മമാരാണില്ലേ. ഇവിടെ അമ്മയെ കാണുന്നില്ല, അച്ഛനായിരിക്കുന്ന അഗ്നി. അപ്പോ മലയധ്വജ പാണ്ഡ്യന്റെ മകളായിട്ടിരിക്കുന്ന മീനാക്ഷി അഗ്നി ആവിർഭൂതയായത് കാരണം മീനാക്ഷി തന്റെ ജന്മത്തിന് അഗ്നിയോട് കടപ്പെട്ടിരിക്കുന്നു. തന്റെ പിതാവിന്റെ സ്ഥാനം നോക്കൂ. ദേവി പോലും ഒരു ജീവൻ തന്റെ ശരീരം എടുത്തപ്പോ ആ ശരീരം എവിടെ നിന്ന് വന്നു, അഗ്നിയിൽ നിന്ന് ആവിർഭൂതമായതുകൊണ്ട് അഗ്നിക്ക് ഏത് സ്ഥാനം കൊടുത്തു, അച്ഛന്റെ സ്ഥാനം കൊടുക്കുകയാണ്. തനിക്ക് ശരീരം നൽകിയ അല്ലയോ അച്ഛാന്ന് വിളിക്കുകയാണ്. അച്ഛാന്ന് പറഞ്ഞ് മീനാക്ഷി എന്ത് ചെയ്തു,
ആ അഗ്നിയെ നമസ്കരിച്ചു. അങ്ങനെ അഗ്നി ലോകത്ത് നിന്ന് ദേവി എല്ലാ ലോകങ്ങളും ഏകദേശം ദിഗ്വിജയം കഴിഞ്ഞു. ഇനി എന്താ? ഇനി സത്യലോകം, ബ്രഹ്മാവിന്റെ ലോകമുണ്ട്, വൈകുണ്ഠമുണ്ട്, കൈലാസമുണ്ട്. ഇനി ആകെ 3 ലോകമേ ബാക്കിയുള്ളൂ. ആ 3 ലോകത്തേക്കും കൂടെ പോണം. അപ്പൊ അതിന് എന്താ വേണ്ടത്? ഇനി എന്താ അവിടെ പോകുന്നുണ്ടോ? സുമതിക്ക് വെപ്രാളമായി. കാരണം കാഞ്ചനമാല ഭക്ഷണം കഴിക്കാതെ മെലിഞ്ഞ് തന്റെ മകളെ കാണാത്ത വിഷമത്തിൽ എന്താ അങ്ങേയറ്റം ദുഃഖിതയായിട്ട് കഴിയാണ്. പല വിവരങ്ങളും ഭൂമിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോ കാഞ്ചനമാലയുടെ ഒരു എന്താ പറയാ ആവശ്യം എന്താ? ദേവിക്ക് വിവാഹമാണ്. അവിടെ ചെന്ന ഉടനെ വിവാഹം നടത്തണം. അപ്പൊ അത് നടക്കാതെ അവിടെ ചെന്നിട്ട് കാര്യമില്ല. അപ്പൊ സുമതിക്ക് ഇത് അറിയില്ല, ദേവിക്ക് അറിയാം. പക്ഷെ അതുകൊണ്ട് ഈ പറഞ്ഞ സുമതി ധൃതി കൂട്ടുന്നു. നമുക്കിനി പോണോ അമ്മ മീനാക്ഷി? നമുക്ക് തിരിച്ച് അമ്മയെ കണ്ടിട്ട് പോരെ? ഇല്ല, ഇനി 3 ലോകങ്ങളല്ലേ ബാക്കിയുള്ളൂ, നമുക്ക് അവിടെയും കൂടെ പോകാം. എന്താ പറയാ അവരെയും പോയി നമുക്ക് അനുഗ്രഹിക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? അഗ്നി ലോകത്ത് അഗ്നിയെ നമസ്കരിച്ച് അച്ഛനായിരിക്കുന്ന അഗ്നിയുടെ അനുഗ്രഹം മേടിച്ചിട്ട് മീനാക്ഷി എന്ത് ചെയ്തു? തന്റെ ദേവന്മാരുടെ എല്ലാം അമ്മ ആദിപരാശക്തിയായിട്ടുള്ള പാർവതി സ്വരൂപം ശരിക്കും അനുഗ്രഹം കൊടുക്കുമ്പോൾ മീനാക്ഷി കല്യാണം കഴിയാത്ത ഒരു കന്യകയാണ്. പക്ഷെ അനുഗ്രഹം കൊടുക്കുമ്പോൾ യഥാർത്ഥ പാർവതിയായിട്ടാണ് അനുഗ്രഹം കൊടുത്തത്. പാർവതിയായിട്ടാണ് ഇവരെല്ലാം കാണുന്നത്. ഒരു ലീലയായിട്ട് പർവ്വതരാജന്റെ ഹിമവാന്റെ പുത്രനായ കാത്യായന മഹർഷിയുടെ കാത്യായനി ആയിട്ട് മലയധ്വജ പാണ്ഡ്യന്റെ മകളായിട്ടുള്ള മീനാക്ഷിയായിട്ട് ഭൃഗു മഹർഷിയുടെ ഭാർഗവിയായിട്ട് ദേവി ഈ എല്ലാ സ്വരൂപങ്ങളിലും ദേവന്മാര് കാണുകയാണ്. കാരണം അനുഗ്രഹം ഒരാളെ കൊടുക്കാൻ പറ്റൂ, അത് പരാശക്തിയാണ്. അപ്പൊ ദേവിയുടെ ലീലകൾ മാത്രമാണ്. അങ്ങനെ മീനാക്ഷി എന്ത് ചെയ്തു? അടുത്തത് എന്താ പറയാ, മീനാക്ഷി അടുത്ത ലോകത്തേക്ക് യാത്രയായി. ഏതാണത്? യമധർമ്മന്റെ ലോകം. യമധർമ്മൻ മായ കൊണ്ട് ദേവിയെ മനസ്സിലായില്ല. യമന്റെ ലോകം നമ്മൾ വിട്ടുപോയി. യമന്റെ ലോകത്ത് എന്താ പറയാ ദേവി നേരിട്ട് പോവുകയാണ്. യമന്റെ ലോകത്ത് പാണ്ഡ്യ ബാലയായിട്ടുള്ള ദേവി എന്താ പറയാ തന്റെ ലോകത്ത് വരണ കണ്ട് ശൂലവും പാശവും ഒക്കെ കൊണ്ട് ദേവി കയ്യിലെന്താ? യമന്റെ കയ്യിൽ യമധർമ്മന്റെ ശൂലവും പാശവും ഓരോ ജീവനെയും കെട്ടിക്കൊണ്ടുപോകാൻ ആ ശൂലം കൊണ്ട് കുത്തി പാശം കൊണ്ട് കെട്ടിയാ കൊണ്ടുപോകുന്ന പോത്തിന്റെ പുറത്ത്, അല്ലേ? അപ്പൊ ഇത് രണ്ടും എടുത്തുകൊണ്ട് ദേവിയെ എതിരിടാനായിട്ട് എത്തുകയാണ്. അപ്പൊ ചിത്രഗുപ്തൻ പറഞ്ഞു, സ്വാമി ഒന്ന് നോക്കൂ, ആരാണ് വന്നത്? അമ്മ എന്താണ് ഇങ്ങനെ വെട്ടിത്തരം കാണിക്കുന്നത്? ഒന്ന് എല്ലാരും എടുത്തു ചാട്ടമാണ്. അപ്പൊ ഈ പറഞ്ഞ യമൻ എടുത്തു ചാടിയപ്പോ ചിത്രത്തിൽ ഗുപ്തമാവൻ തന്റെ ഉള്ളിലിരിക്കുന്ന ആ ശക്തി എന്ത് ചെയ്തു? നോക്കൂ, ആരാണെന്നൊന്ന് നോക്കൂ. തൃക്കടിയൂർ ക്ഷേത്രത്തിൽ ഇടതുകാല് ചവിട്ടേറ്റത് ഓർമ്മയുണ്ടോ? ഇവിടെ ഒരു കഥ പറയുന്നുണ്ട്. തൃക്കടിയൂർ ക്ഷേത്രത്തില് അവിടെ ആണ് എന്താ പറയാ ശിവലിംഗത്തിൽ കെട്ടിപ്പിടിച്ച് കിടന്ന മാർക്കണ്ഡേയനെ ശിവലിംഗത്തിൽ നിന്ന് അപ്പോ ഭഗവാൻ അഘോര മൂർത്തിയായിട്ട് എന്ത് ചെയ്തു? തൃക്കടിയൂർ ക്ഷേത്രത്തിൽ അമ്മയുടെ പാതിയായിട്ടിരുന്ന ശിവശക്തി രൂപമായിട്ടിരുന്ന ഭഗവാന്റെ ഇടത് ഭാഗം, അവിടെ ശിവനായിട്ടാണെങ്കിലും ഭഗവാന്റെ ഇടത് ഭാഗം ദേവിയാണ്. ആ ഇടത് ഭാഗത്തുള്ള കാലുകൊണ്ട് യമനെ ചവിട്ടി ദൂരെ എറിഞ്ഞു എന്നൊരു കഥയുണ്ട്. അപ്പൊ ഇദ്ദേഹം ചോദിക്കുകയാണ്, ചിത്രഗുപ്തൻ ചോദിക്കുകയാണ്, ആ ഇടതുകാല് കൊണ്ടുള്ള ചവിട്ട് ആ പരമശിവന്റെ ഇടത് ഭാഗം സാക്ഷാൽ പരാശക്തിയുടെ ആ ഒരു ചവിട്ടിന്റെ വേദന ഇപ്പോഴും അറിയും. ഇപ്പോഴും അവിടെ ഭഗവാനെ പൂജിച്ച് യമൻ ഉണ്ടെന്ന യമന്റെ നട പ്രത്യേകമുണ്ട് തൃക്കടിയൂർ ക്ഷേത്രത്തില്. അതുകൊണ്ടാണ് അവിടെ യമപാശം. അവിടെ ചെല്ലുമ്പോൾ നമ്മൾ 60-ാം വയസ്സില് നമുക്ക് യമന്റെ അനുഗ്രഹം നേടിയിട്ട് അവിടെ ശിവൻ എന്താ യമനെ അനുഗ്രഹിക്കുന്നു, പരാശക്തി അനുഗ്രഹിക്കുന്നു. അവിടെ നമുക്ക് ആയുസ് നീട്ടിക്കിട്ടാൻ താലി മാറ്റുന്നു, ഒരുപാട് കർമ്മങ്ങൾ അവിടെ ചെയ്യാൻ കാരണം. അപ്പൊ ആ യമന്റെ അടുത്ത് ചോദിക്കണം, ആ വേദന മറന്നുപോയോ? പരാശക്തിയുടെ ഇടത് കാലിന്റെ ചവിട്ട് കിട്ടിയത് മറന്നുപോയോ എന്ന് യമന്റെ അടുത്ത് ചോദിക്കുകയാണ്. അപ്പൊ മീനാക്ഷി ആരാണ്? പാണ്ഡ്യപുത്രിയായിട്ട് വന്നിരിക്കുന്നത് സാക്ഷാൽ പരാശക്തിയാണ്. ആ ഒരു ഇടത് ഭാഗത്ത് കിട്ടിയ വേദന ഇപ്പോഴും ഇന്നുകൊണ്ട്. ഉടനെ യമൻ പറഞ്ഞു, അയ്യോ ഞാൻ മറന്നിട്ടില്ല, ഈ ദേവി എന്താ പറയാ സിംഹവാഹിനിയായിട്ടുള്ള ദുർഗയായിട്ടും ചണ്ഡികയായിട്ടും ലളിതയായിട്ടും കാമാക്ഷിയായിട്ടും ഇപ്പോൾ മീനാക്ഷിയുടെ രൂപത്തില് വന്നിരിക്കുകയാണ്. ഇവിടെ യുദ്ധം ചെയ്യാൻ പോയാൽ എന്ത് ചെയ്യും? എന്താ പറയാ ഈ യമപദവി പോലും ഉണ്ടാവില്ല, നീയെ കാണില്ല എന്ന് പറയാണ്. അപ്പോ പോയി പെട്ടെന്ന് ഭഗവതിയെ നമസ്കരിക്കുമെന്ന് പറയുന്ന കേൾക്കുന്നതിന് മുമ്പ് യമധർമ്മ രാജാവ് തന്റെ പാശവും ശൂലവും എല്ലാം തന്നെ മീനാക്ഷി പാദങ്ങളിൽ കൊണ്ടുവച്ച് അമ്മ സമസ്താപരാധം ക്ഷമസ്വ അഖിലേശം എന്ന് പറഞ്ഞ് ആ പാദപത്മങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് മീനാക്ഷിയുടെ പാദങ്ങളിൽ ശരണാഗതി ചെയ്തു. അമ്മയുണ്ടാക്കിയ ധർമ്മം, അമ്മയുണ്ടാക്കിയ നിയമം, ആ നിയമം എല്ലാം തന്നെ എന്താ അമ്മയുടെ ഇഷ്ടത്തിന് നടക്കണു. ഞാൻ അമ്മയുടെ എന്താ പറയാ ശരണാഗത ദാസനാണ്. അമ്മ പറയുന്ന പോലെ പ്രപഞ്ചത്തിൽ ഞാൻ എല്ലാ കർമ്മങ്ങളും ചെയ്യാമെന്ന് പറഞ്ഞ് എന്താ എനിക്ക് ദീർഘായുസ് നൽകണം. യമൻ ദേവിയോട് ചോദിക്കുന്ന എന്താ? ദീർഘായുസ്. എല്ലാവരുടെയും ജീവൻ എടുക്കുന്ന യമൻ എന്താ പറയാ പരാശക്തിയോട് ദീർഘായുസിനായിട്ട് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദേവി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലയോ യമധർമ്മ, എന്റെ അടുത്താണോ അനുഗ്രഹം വാങ്ങിക്കുന്നത്? ഞാൻ നിനക്ക് ഈ പോസ്റ്റ് തന്നിരിക്കുന്നതിന് നീ ധർമ്മത്തിൽ കടുകിട ചലിക്കില്ല എന്ന് എനിക്കറിയാം. ഒരു ജീവനെ പോലും ഒരു ദിവസം കൂടുതലോ ഒരു മണിക്കൂർ പോയിട്ട് ഒരു സെക്കൻഡ് കൂടുതൽ ഓരോ സ്ഥലത്ത് നിർത്താതെ കറക്റ്റ് ടൈമിന് വരുന്ന ഒരേ ഒരാളേ ഉള്ളൂ. ആരാണ്?
യമധർമ്മൻ അല്ലെ? ആ ഒരു യമധർമ്മൻ, നിനക്ക് ധർമ്മമുണ്ട്, നീ ആരും ബയസ്ഡ് അല്ല, നീ ആരുടെയും എന്താ കൈക്കൂലി മേടിച്ച് 10 ദിവസം കൂടെ താമസിക്കാനൊന്നും അനുവദിക്കില്ല. മരണം വരുമെന്നോർത്ത് നിനച്ചിഹ കരുതുക സതതം നാരായണ ജയ. മരണം എന്നുള്ളത് സത്യമാണ്, അത് സത്യമായിട്ട് തന്നെ നടക്കും, ധർമ്മത്തിന് ബേസ് ചെയ്ത് നടക്കും. നമ്മളല്ല അതിന്റെ, നമ്മുടെ കോടതിയല്ല, നമ്മുടെ കോടതിയിൽ കള്ളേ നടക്കുള്ളൂ. മനുഷ്യ കോടതികളിലെല്ലാം കള്ളത്തരവും പൊയ്യും എന്താ വ്യാജ സർട്ടിഫിക്കറ്റുകളും കൊടുത്ത് പലതും നടക്കും. ഈ പ്രപഞ്ചം നടക്കുന്നത് പരാശക്തി ദേവി ചുഴറ്റി കളിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് ദേവി അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന ഒരു അഷ്ടദിക്പാലകര് പോലും ധർമ്മത്തിന് വിരുദ്ധമായിട്ട് ചെയ്യില്ല. ഈ ഓർബിറ്റിലെ കോടാനുകോടി നക്ഷത്രങ്ങളും ഓർബിറ്റുകളിൽ കൂടെ സഞ്ചരിക്കുന്ന സൂര്യചന്ദ്രന്മാരും ഈ പറയുന്ന ഭൂമിയും എല്ലാം തന്നെ പ്രത്യേക ആകർഷണ വലയത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ഒരെണ്ണം ഒരു വഴി തെറ്റിയാൽ എന്തായിരിക്കും സ്ഥിതി? ഇന്ന് വരെ തെറ്റിയിട്ടുണ്ടോ? ചിലത് ഗ്യാസ് ആ നക്ഷത്രങ്ങൾ എരിഞ്ഞു കഴിഞ്ഞ് ഉൽക്കകളായിട്ട് മാറി താഴെ പതിക്കും. പക്ഷെ അതിന്റെ വഴി തെറ്റുകയോ ധർമ്മത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ സംഭവിക്കുകയോ ചെയ്യില്ല. അതുപോലെ യമധർമ്മൻ, യമിക്കുന്നവൻ, ഈ പ്രപഞ്ചത്തിൽ എന്ന് നമുക്ക് ശ്വാസോച്ഛ്വാസവും പ്രാണനുമുണ്ടോ, പ്രപഞ്ചത്തിലേക്ക് വരുന്ന ഒരു ജീവന് ഇത്ര ദിവസം ഇത്ര മണിക്കൂർ 21,600 ശ്വാസം ഉണ്ടെങ്കിൽ ഇത്ര ശ്വാസമാണ് അവന് ഈ ഭൂമിയിലെ ഉള്ള ടാർഗറ്റ്, അവന് ഇത്രയേ ഉള്ളൂ. വിസ അടിച്ച് നമുക്ക് തരിക ആ പ്രപഞ്ചത്തിലോട്ട് വരുമ്പോ ആ എക്സാക്റ്റ് ആയിട്ട് ആ ദിവസം എവിടെ എങ്ങനെ പോകണം എന്നുള്ള കാര്യവും നമ്മുടെ ശിരസിൽ എഴുതിയിട്ടുണ്ട്. അതാണ് ശിരോലിഖിതം. അമ്മയുടെ പാദപത്മങ്ങൾ വെക്കുന്ന എന്റെ ശിരസിലെ ലിഖിതങ്ങളെല്ലാം മാഞ്ഞു പോട്ടെ. അമ്മയുടെ പാദപത്മങ്ങൾ ഇരിക്കുന്ന ശിരസ് ഞാൻ ചിന്തിക്കുന്നിടത്തെല്ലാം എന്താ പറയാ മറന്നുപോയി, മനോമതീയം, അമ്മയുടെ എന്താ പറയാ മനസ്സ് ഇരിക്കുന്നിടത്തെല്ലാം അമ്മയും എന്റെ ശിരസ് ഇരിക്കുന്നിടത്തെല്ലാം എന്താ പറയാ അമ്മയുടെ പാദപത്മങ്ങളും എന്റെ ശിരസിൽ എഴുതിയിരിക്കുന്ന യമധർമ്മൻ എഴുതിയ വരകളെല്ലാം മാഞ്ഞു പോട്ടെ. അതാണ് യമൻ വരുമ്പോ തക്കത്തിൽ യമദൂതർ വന്ന് പിടിച്ചു കെട്ടി വെക്കം നടത്തി നരകത്തിൽ ഇടുന്ന നേരം നിൽക്കട്ടെ എന്ന് പറയാൻ ഒരേ ഒരു ബന്ധുവുള്ളൂ, പരാശക്തി. നിൽക്കവിടെ, എന്റെയാണ്, എന്റെ ഭക്തയാണ്, എന്റെ ഭക്തനാണ്, എനിക്ക് അമ്മയുണ്ട്, ഇത് എന്റേതാണ്, ശക്തി ദേവതകളൊന്ന് കൊണ്ടുപോകണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ പരാശക്തിയുടെ അനുഗ്രഹം വേണം. അപ്പൊ യമധർമ്മ രാജാവ് തന്റെ ദീർഘായുസിന് ആരുടെ പാദപത്മങ്ങളിൽ വീഴണോ ആ ഭഗവതിയാണ് നമ്മുടെ ഹൃദയത്തിൽ വെച്ചിരിക്കണം. മരണം വരുവോ പോവോ ചെയ്യട്ടെ, അത് കൃത്യ രീതിയിൽ തന്നെ നടക്കും, ഇല്ലേ? ശരീരം പോവേണ്ടത് പോവും, പക്ഷെ മനസ്സ് എവിടെ ഇരിക്കുന്നു അവിടെ നിന്നായിരിക്കും നമുക്ക് ഊർധ്വഗതി. എവിടെ മനസ്സ് വെച്ചിട്ട് പോകുന്നു അവിടെ ആയിരിക്കും. എങ്ങനെയാണോ ജഡഭരതൻ, ഭരത മഹാരാജാവ് ആ ഒരു മാനില് മനസ്സ് വെച്ചു, മാനായിട്ട് ജനിച്ചു, കുറച്ചു നാൾ കഴിഞ്ഞപ്പോ മാനിന്റെ ശരീരം ഉപേക്ഷിച്ചു. നമ്മുടെ സാധനകളോ നമ്മുടെ നാമജപങ്ങളോ നമ്മുടെ അർച്ചനകളോ ഒരു ശതമാനം പോലും വ്യർത്ഥമായി പോവില്ല. ആ പാദപത്മങ്ങളിലിട്ട ഓരോ പൂക്കളും ഇന്ന് ദേവിക്ക് പറയുന്നു, ചണ്ഡി ശതകത്തിൽ പറയുന്നു, അമ്മയ്ക്ക് പൂ പറിക്കാൻ എന്റെ ആ ഒരു മുള്ളുള്ള ചെടിയിൽ നിന്ന് പൂ പറിച്ചിട്ടുണ്ടെങ്കിൽ, അതുകൊണ്ട് എന്റെ കയ്യിൽ മുറിവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നാളെ അടുത്ത ജന്മത്തിൽ എന്റെ രാജചിഹ്നങ്ങളായിട്ട് മാറട്ടെ. ശംഖുചക്ര ഗദാപത്മങ്ങളോടുകൂടിയ രാജചിഹ്നങ്ങളോടുകൂടിയ ചണ്ഡി ദേവിക്ക് പറിക്കാൻ വെച്ച പൂ പറിക്കുമ്പോൾ കൈമുറിഞ്ഞ പാടുകള് അടുത്ത ജന്മം ആർക്കാ വെച്ചത്? ഈ പൂ പരാശക്തിക്കാണ്. ആ അനുഗ്രഹം അടുത്ത ജന്മത്തിൽ നിനക്ക് എന്താവും? നീ രാജകുലത്തിൽ പറക്കും, നിന്റെ മംഗള ചിഹ്നങ്ങളായിട്ട് തീരും. അത്രയും ഉയർന്ന പരാശക്തി, ആ പരാശക്തിയാണ് നമ്മൾ പൂജിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഭഗവതിയുടെ വൈഭവങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? നാളെ എന്താ പറയാ, ദേവി ഇനി അടുത്ത സ്ഥലത്ത് ശിവന്റെ അടുത്തോട്ട് എത്താൻ പോകുന്നു. വളരെയധികം ഇനി വിഷ്ണുവിനെയും ബ്രഹ്മാവിനെയും കൂടെ കാണാനുണ്ട്. യഥാർത്ഥമായിട്ട് ഇറ്റേണൽ ആയിട്ടുള്ള അമ്മയുടെ സ്നേഹത്തിന് നമുക്ക് ഓരോരുത്തരും പാത്രീപൂരതാം എന്താ പറയാ പാത്രമാവട്ടെ. നിങ്ങൾക്ക് ഈ ഭയങ്ങളൊന്നും വേണ്ട. നിങ്ങൾ പറയുന്ന ഓരോ വാക്കും ആ പാദപത്മങ്ങളിൽ നിങ്ങൾക്ക് അടുത്ത ജന്മത്തിലുള്ള വരപ്രധാനങ്ങളായിട്ട് തീർക്കും അമ്മ, സംശയമില്ലാത്ത കാര്യമാണ്. എല്ലാവരെയും ഭഗവതി മീനാക്ഷി അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് തുടരാം.